ഓക്കെ, സോ നമ്മുടെ അടുത്ത സർവീസസ് എഡ്യൂക്കേഷൻ സർവീസസ് ആണ്. സോ എഡ്യൂക്കേഷൻ സർവീസ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യലായിട്ടുള്ള ഒരു സർവീസാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 14 വയസ്സാകുന്നത് വരെ കുട്ടികൾക്ക് നിർബന്ധമായി വിദ്യാഭ്യാസം നൽകിയിരിക്കണമെന്ന നിയമം പാസ്സാക്കിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. സോ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള എഡ്യൂക്കേഷനുണ്ട്. ഇപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനും ഉണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷനുണ്ട്, വൊക്കേഷണൽ എഡ്യൂക്കേഷനുണ്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സർവീസ്, എഡ്യൂക്കേഷൻ നൽകുക എന്ന് പറയുന്നത് ഒരു സർവീസാണ്. ആ സർവീസ് GSTയിൽ ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ? ഒരു കാര്യം ഉറപ്പാണ്, എക്സംഷൻസ് ഉണ്ട്. അത് ആർക്കൊക്കെയാണ് ആ എക്സംഷൻ കിട്ടുക? ആര് എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് എക്സംഷൻ കിട്ടുക? പക്ഷേ എല്ലാവർക്കും എക്സംഷൻ കിട്ടില്ല എന്നുള്ളതും സത്യമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഡ്യൂക്കേഷൻ സർവീസസ്. സോ പോയിന്റ് നമ്പർ 58. ഇതിനകത്ത് 2 പോയിൻ്റാണ് പ്രധാനമായും വരുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് ഇത്ര ലെങ്തി ആകാനുള്ള കാരണം, ഈ ഏരിയ ലെങ്തി ആകാനുള്ള കാരണം, ഈ എഡ്യൂക്കേഷൻ സർവീസുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസസ് ആണ് ഇതിനകത്ത് എക്സംപ്റ്റഡ് ആവുന്നത്. സോ സപ്ലയർ സ്പെസിഫിക് ആണ് കൂടുതലും, അതുപോലെ തന്നെ ആക്ടിവിറ്റി സ്പെസിഫിക്കും വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. നമ്മൾ വായിച്ച് പോകുമ്പോൾ നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാകും. സോ ഈ കൺഫ്യൂഷൻസ് നമുക്ക് ദൂരീകരിക്കാൻ, ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് CBIC ധാരാളം ക്ലാരിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ക്ലാരിഫിക്കേഷൻസ് ഇതിനകത്ത് കയറി വരുന്നത് കൊണ്ടാണ് ഈ ഏരിയ ലെങ്തി ആയി മാറുന്നത്. സോ എനിവേ വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. സോ ഫസ്റ്റ് വൺ, സർവീസസ് പ്രൊവൈഡഡ് ബൈ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ സർവീസസുകൾ. അത് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്? ടു ഇറ്റ്സ് സ്റ്റുഡൻസ്, ഫാക്കൽറ്റി, സ്റ്റാഫ്. സോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ വിദ്യാർത്ഥികൾക്കോ ഫാക്കൽറ്റീസിനോ സ്റ്റാഫിനോ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എല്ലാം തന്നെ എക്സംപ്റ്റഡ് ആണ്. സോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും അത് ക്ലാസ്സസ് ആണ്, എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും, കാറ്ററിംഗ് ഉണ്ടാകും, ബോർഡിംഗ് ഉണ്ടാകും, താമസ സൗകര്യങ്ങളുണ്ടാകും, അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടാകും. സോ ഇങ്ങനെ തുടങ്ങി എന്ത് സർവീസ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ വിദ്യാർത്ഥികൾക്കോ ഫാക്കൽറ്റീസിനോ സ്റ്റാഫിനോ പ്രൊവൈഡ് ചെയ്താലും അത് എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാണ് ആ പോയിന്റ് ആരംഭിക്കുന്നത്. 2, സർവീസസ് പ്രൊവൈഡഡ് ബൈ വീണ്ടും ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് കണ്ടക്ട് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. സോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയാണ് കുട്ടികൾക്ക് വേണ്ടി. അത് അവരുടെ സ്വന്തം കുട്ടികളല്ല, മേ ബി പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസ് ആകാം, അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാകാം. എന്ത് തന്നെയായാലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്താൽ അതും ഒരു എക്സംപ്റ്റഡ് സർവീസസ് ആണ്. ഇൻ ദ ഫോം ഓഫ് എൻട്രൻസ് ഫീ കൺസിഡറേഷൻ. എൻട്രൻസ് ഫീസിൻ്റെ രൂപത്തിൽ മേടിച്ചിട്ടാണ് അവർ ഈ എക്സാമിനേഷൻ നടക്കുന്നതെങ്കിൽ. സോ ഇവിടെ ഈ 2 പോയിൻറ്റിനകത്തും നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യം വരും, എന്താണ് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതെങ്കിലും ഇവിടെ ശരിക്കും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ശരി, അത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടെ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം പ്രൊവൈഡിങ് സർവീസസ് ബൈ വേ ഓഫ്, ഈ താഴെ പറയുന്ന വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 1, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അപ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ ഓർ ഈക്വലൻറ്റ്. കിൻഡർ ഗാർട്ടൻ മുതൽ, ഇപ്പോൾ പ്രീ KG, LKG, UKG എന്നൊക്കെ പറയുന്നില്ല, അത് മുതൽ +2 വരെയുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. സ്കൂളുകൾ അതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് കരിക്കുലം ഫോർ ഒബ്റ്റെയിനിങ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ അംഗീകൃതമായ നിയമാനുസൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത
നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഒരു കരിക്കുലം ബേസിസിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പറയാം. അതായത് ഒരു കരിക്കുലം, ഒരു പാഠ്യപദ്ധതി രൂപീകരിച്ച് ഒരു കോഴ്സ് നടത്തുന്നു. ആ കോഴ്സ് നടത്തി അതുവഴി വിജയിച്ച് വരുന്ന ആൾക്കാർക്ക് നമ്മളൊരു വിദ്യാഭ്യാസ യോഗ്യത നൽകുകയാണ്, ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ നൽകുകയാണ്. ആ ഡിഗ്രിയോ ഡിപ്ലോമയോ ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട ഡിഗ്രിയോ ഡിപ്ലോമയോ ആണെങ്കിൽ ആ കോഴ്സ് നടത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആ വ്യക്തികളെ നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ CA, CMA, CS പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അംഗീകരിച്ചിട്ടുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഇത് നടത്തുന്നത് ആരാണ്? ICAI, ICMA, ICSI. സോ ഉറപ്പായിട്ടും അവരെല്ലാവരും തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ഇവരെല്ലാവരും തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ, ഇന്ത്യയിൽ അംഗീകൃതമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കരിക്കുലം ബേസിസിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളെയെല്ലാം നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും പ്രൊഫഷണൽ ബോഡീസും എല്ലാം തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡീസും എല്ലാം തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് ആൻ അപ്രൂവ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അർത്ഥം. സോ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മൾ കോഴ്സായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മളൊരു കോഴ്സായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ലൈക്ക് ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ പണി, അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്ക്, അല്ലെങ്കിൽ ഈ പമ്പ് റിപ്പയറിങ്, ഇലക്ട്രിക്കൽ വർക്കുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു തൊഴിൽ നേടാനുള്ള കോഴ്സുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്യാണ്? പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു കോഴ്സ് രൂപീകരിച്ച് അതുവഴി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ആ കോഴ്സിന് എന്തുണ്ടായിരിക്കണം? അപ്രൂവൽ ഉണ്ടായിരിക്കണം. അങ്ങനെ അപ്രൂവൽ ഉള്ള വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ആരപ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് താഴേക്ക് വരുന്നുണ്ട്. ദാറ്റ് വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കുന്നത്. സോ ആരാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ? +2 LKG മുതൽ, അല്ലെങ്കിൽ കിൻഡർഗാർട്ടൻ KG മുതൽ ഏതുവരെ ഉള്ളത്? +2 വരെ ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കരിക്കുലം ബേസിസിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന, കരിക്കുലം പാഠ്യപദ്ധതി രൂപീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകൾ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ. സോ ഇവരെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ അത്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റീസിനും സ്റ്റാഫിനും പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയാലും അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. ഇനി ഇവിടെ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. സർവീസസ് പ്രൊവൈഡഡ്. നോക്കൂ, ആദ്യത്തെ 2 പോയിന്റിലും സർവീസസ് പ്രൊവൈഡഡ് ബൈ എന്ന വാക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്നാൽ ഇവിടെ വരുമ്പോൾ സർവീസസ് പ്രൊവൈഡഡ് ടു. സർവീസസ് പ്രൊവൈഡഡ് ടു ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ വി ആർ പ്രൊവൈഡിങ് സർവീസ് ടു ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അപ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ ഓർ ഇക്വലന്റ്. നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഈ പോയിന്റിൽ ഉദ്ദേശിക്കുന്ന, ഈ മൂന്നാമത്തെ പോയിന്റിൽ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളുകളെ മാത്രമാണ്. സ്കൂൾ. സോ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അപ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ ഓർ ഇക്വലന്റ്. ഇനി എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു സ്കൂളിന് അങ്ങോട്ടേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആണ്. എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ? ഒന്നാമതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ, ഫാക്കൽറ്റീസിൻ്റെ, സ്റ്റാഫിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്തു കൊടുക്കും. സ്കൂളിന് സ്വന്തമായിട്ട് ബസ്സില്ല, ഞാൻ എൻ്റെ ബസ്സിലാണ് എൻ്റെ ബസ് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. യെസ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഞാൻ എൻ്റെ വാനിൽ കൊണ്ടുവന്നിട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് സ്കൂളിലാക്കുന്നു, തിരിച്ച് കുട്ടികളെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കുന്നു. ഇത് ഞാൻ സ്കൂളിന് പ്രൊവൈഡ് ചെയ്താൽ, വീട്ടുകാർക്കോ കുട്ടിക്കോ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഞാൻ സ്കൂളിന് വേണ്ടി ഞാൻ എൻ്റെ ബസ് വാന് വിട്ടുകൊടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസാണ്. അതുപോലെ തന്നെ കാറ്ററിംഗ്, ഞാൻ സ്കൂളിലേക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡിങ് മിഡ് ഡേ മീൽ സ്കീം സ്പോൺസേഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി. സർക്കാരിൻ്റെ മിഡ് ഡേ മീൽ സ്കീമുണ്ട്.
ഈവൻ സർക്കാർ സ്കൂളുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്. സർക്കാർ ഫുഡ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിഡ് ഡേ മീൽ സ്കീം ഉൾപ്പെടെ അതെല്ലാം തന്നെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓർ ക്ലീനിങ് ഓർ ഹൗസ് കീപ്പിംഗ് സർവീസ്. സ്കൂളിന് നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, സ്കൂളിന് നമ്മൾ ക്ലീനിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, സ്കൂളിന് നമ്മൾ ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സ്കൂളാകുമ്പോഴത്തേക്കും കുട്ടികൾ വരുന്നതല്ലേ, നമ്മൾ ഒരുപാട് സുരക്ഷിതത്വം സുരക്ഷ ഉറപ്പാക്കേണ്ട സ്ഥലമാണ്. സോ നമ്മളൊരു സെക്യൂരിറ്റി ഏജൻസി ഏൽപ്പിച്ചു, നമ്മുടെ സെക്യൂരിറ്റി ഏജൻസിയാണ് സ്കൂളിന് കാവൽ. സോ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു എക്സംപ്റ്റഡ് സർവീസാണ്. സ്കൂളാകുമ്പോഴത്തേക്കും അതിൻ്റെ പരിസരങ്ങളെല്ലാം കാട് പിടിക്കാതെയൊക്കെ വളരെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം. ഇഴജന്തുക്കളും മറ്റൊന്നും കയറിയിരിക്കാതെയൊക്കെ കുട്ടികളൊക്കെ ഗ്രൗണ്ടും സംഭവങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മളത് ഫുൾ ടൈം എന്ത് ചെയ്യാണ്, ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുകയാണ്. സോ നമ്മൾ സർക്കാരിന് സ്കൂളിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സർവീസ് എക്സംപ്റ്റഡാണ്. അതുപോലെ തന്നെ സ്കൂളിനകം ക്ലീൻ ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് സർവീസ് സ്കൂളിന് പ്രൊവൈഡ് ചെയ്താൽ അതും എന്ത് തന്നെയാണ്, എക്സംപ്റ്റഡ് ആണ്. പെർഫോംഡ് ഇൻ സച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇത്തരം സർവീസുകൾ നമ്മൾ ഒരു സ്കൂളിന് പ്രൊവൈഡ് ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ സർവീസസ് റിലേറ്റിംഗ് ടു അഡ്മിഷൻ, നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണ്, സ്കൂളിന് വേണ്ടി അഡ്മിഷൻ എടുക്കുകയാണ്, ഓർ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ, സ്കൂളിന് വേണ്ടി പരീക്ഷ നടത്തുകയാണ്. അപ്പോൾ സ്കൂളിന് നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നു, സ്കൂളിന് വേണ്ടി എക്സാമിനേഷൻ നടത്തുന്നു. ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എന്തായിട്ടും എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസാണ്. സോ മൂന്നാമത്തെ പോയിന്റ്, ഒരു സ്കൂളിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ 4 തരം സർവീസുകളും എക്സംപ്റ്റഡ് ആണ് എന്ന് പറയുന്ന പോയിന്റാണ്. നെക്സ്റ്റ് 5 കാണാൻ പറ്റും 2. സോ സർവീസസ് പ്രൊവൈഡഡ് അഗെയിൻ ടു ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് കരിക്കുലം ഫോർ ഒബ്റ്റെയിനിങ് എ റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ. സോ ഈ പോയിന്റ് നമ്മൾ സ്കൂളിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ല, നിങ്ങൾ നേരത്തെ കണ്ടു എന്താണ്, അംഗീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത കരിക്കുളം വഴി ക്രിയേറ്റ് ചെയ്ത് ആവിഷ്കരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റികൾ, ഓക്കെ, ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ നൽകുന്ന യൂണിവേഴ്സിറ്റികൾ, പ്രൊഫഷണൽ ബോഡീസ്, അവരെ പറ്റിയാണ് പറയുന്നത്. സോ അപ്പോൾ അവരെയാണ് ഇവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ അത്തരം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. എന്ത് സർവീസാണ്? സർവീസസ് റിലേറ്റിംഗ് ടു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പരീക്ഷ നമ്മൾ നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റിങ്, അതുപോലെ തന്നെ കറക്ഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസാണ്. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ് ഓർ പീരിയോഡിക്കൽസ്. സപ്ലൈ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ്. ഇപ്പോൾ ഈ എൻജിനീയറിംഗ് കോളേജുകളിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലും എല്ലാം എന്ത് സംഭവം, ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം തന്നെ ഓൺലൈൻ ജേർണൽസ് സപ്ലൈ ചെയ്യാറുണ്ട്. ഓൺലൈൻ ജേർണൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ ഓൺലൈൻ ജേർണൽസ് നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പീരിയോഡിക്കൽ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ്. 5ാമത്തെ പോയിന്റ് എന്താ നോക്കിയേ, വീണ്ടും 2. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അങ്ങോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് അപ്രൂവ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കോഴ്സായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ പോളിടെക്നിക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അവർ ചെയ്യുന്നത് എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ITIകൾ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ITI, ITCകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡഡ് അവർ അപ്രൂവ്ഡ് ആയിരിക്കണം എന്നാണ്, അംഗീകൃതമായിരിക്കണം. സോ അത്തരം എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു? റിലേറ്റിംഗ് ടു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസസ് ആയിട്ട് കണക്കാക്കണം. ഇനി കുറച്ച് എക്സ്പ്ലനേഷൻസും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിലാദ്യം ഈ അപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ കോഴ്സിൻ്റെ അർത്ഥം എന്താണ്? അപ്രൂവ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ അർത്ഥം, ഞാൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അംഗീകൃതമായിരിക്കണം എന്നുള്ളതാണ്. അത് നോക്കിയേ, കോഴ്സ് റൺ ബൈ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. അത് അപ്രൂവ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക്കൽ പണി പഠിപ്പിച്ചു കൊടുക്കുന്നു, പ്ലംബിംഗ് വർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കലായിട്ടുള്ള തൊഴിലധിഷ്ഠിത, ഇപ്പോൾ കമ്പ്യൂട്ടർ സ്കില്ല്, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് കരുതി ഞാനൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണമെന്നില്ല. ഇതിനെ ഇപ്പം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സ്, വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ്.
ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തന്നെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു ഇവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കണമെങ്കിൽ എനിക്ക് അപ്രൂവൽ കിട്ടിയിരിക്കണം. അപ്രൂവൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി അഫിലിയേറ്റഡ് ടു നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. NCVET എന്ന് പറയും, കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലുള്ള ഒരു സ്ഥാപനമാണ്. നമ്മളിപ്പോൾ കോളേജുകൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ITIകളും ITCകളും എല്ലാം NCVETയുമായിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്, അതുപോലെ തന്നെ SCVTയുമായിട്ട് ഇവർ എന്തായിരിക്കും? അഫിലിയേറ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു അപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റും. മാത്രവുമല്ല അവർ പഠിപ്പിക്കുന്ന കോഴ്സുകളെന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് ട്രേഡ്സ് നോട്ടിഫൈഡ് അണ്ടർ ദ അപ്രൻറ്റീസ് ആക്ട് 1961. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്രൻറ്റീസ് ആക്ട് 1961 എന്ന നിയമപ്രകാരം നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള കോഴ്സുകളായിരിക്കണം ഈ പറയുന്ന ITIകളും ITCകളും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത് പറയാണ് എ മോഡുലാർ എംപ്ലോയബിൾ സ്കിൽ കോഴ്സ്. ഒരു മാതൃകാ സ്കിൽ കോഴ്സ്. മോഡുലാർ എന്ന് പറഞ്ഞാൽ മാതൃക, സ്കിൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നൈപുണ്യം, സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജോലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും അപ്രൂവ്ഡ് ബൈ NCVET, റൺ ബൈ എ പേഴ്സൺ രജിസ്റ്റേർഡ് വിത്ത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഈ ITIകളും ITCകളും മാത്രമല്ല കേട്ടോ ഈ അപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. NCVETയുടെ അംഗീകാരമുള്ള മോഡുലാർ എംപ്ലോയബിൾ സ്കിൽ കോഴ്സുകൾ നടത്തുന്ന വ്യക്തികളെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം. പക്ഷേ അവർ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എവിടെ നിന്ന് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്, DGTMS, അതായത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിതല വകുപ്പുണ്ട്. അതിൻ്റെ കീഴിൽ വരുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിങ്, അതിൽ ഇയാൾ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. മാത്രവുമല്ല ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്ന, ഇയാൾ ഫോം ചെയ്തിരിക്കുന്ന മാതൃക എംപ്ലോയബിൾ സ്കിൽ കോഴ്സ് എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്തതായിരിക്കണം? NCVET അപ്രൂവ്ഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം. അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സും അയാൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും ഒക്കെ നമുക്ക് എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ പരീക്ഷ നടത്തി കൊടുക്കുന്നു, അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നു, അതൊക്കെ തന്നെ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയുമുണ്ട് ഈ പോയിന്റ് നമ്പർ 58 നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അതിന് ക്ലാരിഫിക്കേഷൻസ് താഴേക്ക് വരുന്നുണ്ട്. അതിന് മുന്നേ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇത് റീസെൻ്റ് ആയിട്ട് വന്ന ഒരു പോയിന്റാണ്. സർവീസസ് ഓഫ് അഫിലിയേഷൻ പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഓർ കൗൺസിൽ ഓർ എനി അതർ സിമിലർ ബോഡി ബൈ വാട്ട് എവർ നെയിം കോൾഡ്. സെൻട്രൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ നമ്മൾ CBSE നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ്, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അല്ലേ? ഇവർ ചെയ്യുന്ന ഒരു സർവീസിനെ പറ്റിയാണ് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? സ്കൂളുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ CBSE നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ICSE എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇവർ നമ്മുടെ രാജ്യത്തുള്ള നാട്ടിലുള്ള സ്കൂളുകൾക്ക് അഫിലിയേഷൻ കൊടുക്കാറുണ്ട്. ഇപ്പം ഞാനൊരു സ്കൂൾ ഫോം ചെയ്തു, ഞാൻ ആ സ്കൂൾ നേരെ ഈ പറയുന്ന CBSEയിൽ കൊണ്ട് അഫിലിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനൊരു ഫീസ് അടച്ചാൽ മാത്രമേ CBSE എനിക്ക് അഫിലിയേഷൻ തരത്തുള്ളൂ. എന്താണ് ഈ അഫിലിയേഷൻ എന്ന് വെച്ചാൽ, CBSEക്ക് തോന്നുകയാണ് ഓക്കെ അവരുടെ കോഴ്സ് പഠിപ്പിക്കാൻ ഈ പറയുന്ന സ്കൂളിന് അർഹതയുണ്ട്, അതിന് ഇത്ര ഏരിയ ഉണ്ട്, ഇത്ര ക്ലാസ് റൂമുണ്ട്, ഇത്ര ഫാക്കൽറ്റീസ് ഉണ്ട്, ഇത്ര ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാം നോക്കിക്കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ സ്കൂളിന് CBSE കോഴ്സ് പഠിപ്പിക്കാനുള്ള അർഹതയുണ്ടെന്ന് പറയുന്ന രജിസ്ട്രേഷൻ കൊടുക്കും. ഇതിനെയാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. അഫിലിയേഷൻ നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അതിന് നല്ല ഫീസ് അടയ്ക്കണം. CBSE കാശ് മേടിച്ചിട്ടാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? അഫിലിയേഷൻ കൊടുക്കുന്നത്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ മേടിക്കുന്ന ഫീസിനോടൊപ്പം GST വാങ്ങണോ വേണ്ടയോ? അതിൻ്റെ ഉത്തരം ഉറപ്പായിട്ടും GST വാങ്ങും. CBSE ഈ സ്കൂളുകളിൽ നിന്ന് മേടിക്കുന്ന കാശിന് വെദർ ദേ വിൽ ചാർജ് GST, യെസ്, അതിന് GST ഉണ്ട്. അഫിലിയേഷൻ കൊടുക്കുന്നതിന് GST ഉണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഈ പോയിന്റ്? അപ്പോൾ ഇവിടെ പറയുന്നതാണ് സർവീസസ് ഓഫ് അഫിലിയേഷൻ. നമുക്ക് അഫിലിയേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡ് ആവട്ടെ, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ആവട്ടെ, സ്കൂളുകൾക്കാണ് കൊടുക്കുന്നത്.
to a school established, owned or controlled by central government, state government, union territory, local authority, governmental authority or government entity. അപ്പോൾ പറഞ്ഞ പോയിൻ്റ് അർത്ഥം ആ സ്കൂള് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളല്ല, പിന്നെയോ സ്കൂൾ എസ്റ്റാബ്ലിഷ്ഡ്, ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ്റൽ അതോറിറ്റി ഓർ ഗവൺമെൻറ് എൻറ്റിറ്റി. സോ ഈ പറയുന്ന ആൾക്കാരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്, ഇവർ ഫോം ചെയ്തിരിക്കുന്ന സ്കൂളാണെങ്കിൽ മാത്രമാണ് അതിനെന്തുണ്ടാവുക? എക്സംഷൻ ഉണ്ടാവുക. അതർവൈസ് ദർ ഈസ് നോ എക്സംഷൻ. പ്രൈവറ്റ് സ്കൂളുകൾക്കാണ് ഇത്തരത്തിൽ അഫിലിയേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിന് എന്ത് വരും? GST ബാധകമായിരിക്കും. Now first we will look into certain notes. നോക്കൂ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു ചോദ്യം, ഈ സെൻട്രൽ ആൻഡ് നമ്മൾ നേരത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണല്ലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ നോക്കൂ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലിമിറ്റഡ് പർപ്പസ് of providing services by way of conduct of examination to the students. എക്സാമിന്, അതായത് അവരെയും നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യാം? കണക്കാക്കാൻ കഴിയും. സോ അവരെയും നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാൻ സാധിക്കും. പക്ഷേ അത് ലിമിറ്റഡ് പർപ്പസേ പറ്റുള്ളൂ. എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റും, പക്ഷേ എല്ലായ്പ്പോഴും അവരെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ബോർഡ് എക്സാമിനേഷനൊക്കെ നടത്താറില്ലേ, ബോർഡ് എക്സാമിനേഷൻസ്, ഈ ബോർഡ് എക്സാമിനേഷനൊക്കെ നടത്തുന്ന കേസുകളിൽ മാത്രമേ അവരെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡിനും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡിനും ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരുപാട് എക്സംഷൻസ് ഒന്നും ഇല്ല. അവർക്ക് എക്സംഷൻ ഉണ്ട്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സംഷൻസ് ആയിരിക്കും അവർക്ക് ലഭിക്കുക. അതായത് സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡിനെയും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡിനെയും ലൈക്ക് CBSE ഒക്കെ നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചില കേസുകളിൽ കണക്കാക്കാം, എല്ലായ്പ്പോഴും കണക്കാക്കാൻ കഴിയില്ല എന്നാണ്. യെസ്, എപ്പോഴാണ് കണക്കാക്കാൻ പറ്റുക? ഫോർ ദ പർപ്പസ് ഓഫ് ദേ കുഡ് ബി കൺസിഡർഡ് ആസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ലിമിറ്റഡ് പർപ്പസ് ഓഫ് providing services by way of conduct of examination to the students. സ്റ്റുഡൻസിന് എക്സാമിനേഷൻ നടത്തുന്ന കാര്യത്തിലൊക്കെ വരുമ്പോൾ അവരെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഈ എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം കണക്കാക്കാനായിട്ട് സാധിക്കും. Exemption available to education institutions, central and state education board for conduct of entrance examination. Exemption available to educational institutions and central and state education for conduct of entrance examination extended to any authority, board or body set up by the central state government, including National Testing Agency. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പൊതുവേ കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയാൽ അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. പക്ഷേ ആ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് ആരായിരിക്കണം? ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിപ്പോൾ സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റികൾ തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടു, അതൊരു സെൻട്രൽ ബോർഡാകാം, സ്റ്റേറ്റ് ബോർഡാകാം, അതുപോലെ തന്നെ അതൊരു അതോറിറ്റി ആകാം, ഓർ ബോർഡാകാം, ബോഡിയാകാം. ഈ അതോറിറ്റി, ബോർഡ് അല്ലെങ്കിൽ ബോഡിയെ ആര് രൂപീകരിച്ചതാണ്? സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോം ചെയ്ത അവരുടെ ഓതറൈസേഷനോടുകൂടി കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്ന സ്ഥാപനങ്ങളെയും നമുക്കിവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായി പരിഗണിച്ച് എക്സംഷൻ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻട്രൻസ് എക്സാമിനേഷൻ നടത്താറുണ്ട്. സോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും നമുക്കിവിടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ നടത്തുന്ന പരീക്ഷകൾക്ക് അവർ കളക്ട് ചെയ്യുന്ന ഫീസിൻ്റെ മേളിൽ എന്തുണ്ടാവുകയില്ല? GST ഉണ്ടാവുകയില്ല. സോ ഇറ്റ് ക്ലാരിഫൈസ് ദാറ്റ് any authority,
board or body set up by central government or state government, including national testing agency for conduct of entrance examination for admission to education institution, shall be treated as education institution. So അതുകൊണ്ട് തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നമുക്കൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കണക്കാക്കാം. അതുകൊണ്ട് അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനുകൾ എക്സംപ്റ്റഡ് ആണ്. യെസ്. മറ്റൊന്ന് ഇനി വേറൊരു ക്ലാരിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് GST ഓൺ സപ്ലൈ ഓഫ് വേരിയസ് സർവീസസ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബോർഡുകൾ നമുക്ക് ചില ലിമിറ്റഡ് പർപ്പസിന് വേണ്ടിയിട്ട് അവരെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ GST സർക്കുലർ ക്ലാരിഫൈസ് ദി ടാക്സബിലിറ്റി ഓഫ് വേരിയസ് സർവീസസ് സപ്ലൈഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബോർഡ് സച്ച് ആസ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ. ഇപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ NBE ഒരു സെൻട്രൽ ബോർഡാണ്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ. ഇവർ പല സർവീസസുകൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് സർവീസസ് ഇൻക്ലൂഡ് ഇവർ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് ഫോർ അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഇൻപുട്ട് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ കണ്ടക്ടിങ് സച്ച് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ സ്റ്റുഡൻസ്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട്, ഓക്സിലറി ആയിട്ട് അല്ലെങ്കിൽ ആൻസിലറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ സേവനങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ അക്രഡിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ പ്രൊഫഷണൽസ് so as to authorize them to provide their respective service. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അക്രഡിഷൻ, അംഗീകാരം നൽകുന്ന പരിപാടികളും ഈ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്താറുണ്ട്. യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇത്തരം സർവീസുകൾക്ക് എക്സംഷൻ ഉണ്ടോ അതോ അത് ടാക്സബിൾ ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ശരി, നമുക്ക് നോക്കാം. അപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വെച്ചാൽ ലിമിറ്റഡ് പർപ്പസിൽ അവരെ എന്തായിട്ട് കണക്കാക്കാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം. പക്ഷേ എന്താണ് ലിമിറ്റഡ് പർപ്പസ്? അവരുടെ ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന സർവീസുകൾ കാര്യത്തിൽ മാത്രം അവരെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും GST CBIC ഇതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, National Board of Education provides services of conducting entrance examination for admission to courses including NBE provides services of conducting entrance examination for admission to courses including Diplomat National Board and Fellow of National Board. അതുപോലെ തന്നെ they prescribes courses and curriculum for PG medical studies, hold examination and grant degrees, diplomas and other academic distinctions. It carries out all functions as are normally carried out by central or state education board and is thus a central education board. സോ ഇവർ NBE പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ സേവനങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അവർ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുക മാത്രമല്ല, ഒട്ടനവധി സേവനങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സേവനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എക്സംഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഇവിടെ പറയാണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ആർ ട്രീറ്റഡ് ആസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ലിമിറ്റഡ് പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് ബൈ വേ ഓഫ് കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ടു ദി സ്റ്റുഡൻസ്. അതായത് പോയിന്റ് ഇത്രയേ ഉള്ളൂ, NBEയെ ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡായിട്ട് നമുക്ക് പരിഗണിക്കാം. അതാണ് പറഞ്ഞത്, NBE ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡാണ്. NBE ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡാണ്. അങ്ങനെയാണെങ്കിൽ NBE പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും എക്സംപ്റ്റഡ് ആവുമോ? നമ്മൾ മനസ്സിലാക്കണം, സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും എക്സംപ്റ്റഡ് അല്ല. സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡ് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ചെയ്യുന്ന സേവനങ്ങൾ മാത്രമേ എക്സംപ്റ്റഡ് ആവുള്ളൂ. സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡിനെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കുന്ന എപ്പോഴാണ്? അവർ എന്ത് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്? ഇതാ നോക്കിയേ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ആർ ട്രീറ്റഡ് ആസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി
ലിമിറ്റഡ് പർപ്പസ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ബൈ വേ ഓഫ് കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ടു ദി സ്റ്റുഡൻസ്. അതായത് ഈ സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡോ കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്ന കാര്യത്തിൽ മാത്രമേ അവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ NBA എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കുന്നത് എപ്പോൾ മാത്രം അവർ കുട്ടികൾക്ക് പരീക്ഷ നടക്കുന്ന കാര്യത്തിൽ മാത്രമേ അവരെന്തായിട്ട് വരത്തുള്ളൂ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറത്തുള്ളൂ. Therefore, NBE is an education institution insofar as it provides services by way of conduct of examination, including any entrance examination to the students. സോ ഇനിയിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും CBIC എന്ത് ക്ലാരിഫിക്കേഷൻ ആയിരിക്കും നൽകിയിട്ടുള്ളത് എന്നുള്ളത്. സോ NBE കുട്ടികളിൽ നിന്ന് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന ഫീസിൻ്റെ മേളിൽ GST ഉണ്ടായിരിക്കുന്നതല്ല. നോക്കൂ, GST ഷാൽ നോട്ട് അപ്ലൈ ഫോർ എനി ഫീ ഓർ എനി എമൗണ്ട് ചാർജ്ഡ് ബൈ സച്ച് ബോർഡ് for conduct of such examination, including entrance examination. ഇനി GST is also exempt on input service relating to admission to or conduct of examination. അതായത് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അനുബന്ധമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസസും ഉണ്ട്. സച്ച് ആസ് ഓൺലൈൻ ടെസ്റ്റിംഗ് സർവീസസ്, റിസൾട്ട് പബ്ലിക്കേഷൻ, പ്രിൻറ്റിംഗ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഫോർ എക്സാമിനേഷൻ, അഡ്മിറ്റ് കാർഡ്, ക്വസ്റ്റ്യൻ പേപ്പർ എക്സെട്ര. ഇതെല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ, പ്രിൻറ്റിങ്, അല്ലേ, ഇതെല്ലാം തന്നെ ഇൻപുട്ട് സർവീസ് ഫോർ കണ്ടക്ടിങ് സച്ച് എക്സാമിനേഷൻ ആണ്. സോ അതെല്ലാം തന്നെ എന്ത് തന്നെ ആയിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും. GST ഈസ് ആപ്ലിക്കബിൾ ടു അതർ സർവീസ്. യെസ്, ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. GST ഈസ് ആപ്ലിക്കബിൾ ഫോർ അതർ സർവീസസ് പ്രൊവൈഡഡ് ബൈ സച്ച് namely providing accreditation to an institution or to a professional, accreditation fee for registration such as fee for FMGE screening test, so as to authorize them to provide the respective services. ഇവർ മറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്താൽ, ഇതേ സ്ഥാപനം തന്നെ മറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്താൽ അത് ടാക്സബിൾ ആയിരിക്കും. അതാണ് ആ പോയിന്റ്. D പോയിന്റ്, സർവീസസ് ഓഫ്, ആ നോട്ടിനകത്ത് വരുന്ന ഒരു കാര്യമാണ് സർവീസസ് ഓഫ് സപ്ലൈ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ് ഓർ പീരിയോഡിക്കൽസ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അതൊരു കരിക്കുലം ബേസ് ചെയ്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അത്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ജേർണൽസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. എന്നാൽ ഇതേ സംഭവം നമ്മൾ ഒരു സ്കൂളിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ITIകൾക്കോ ITCക്കോ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കില്ല. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരുന്നത്. സോ സർവീസ് ഓഫ് സപ്ലൈ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ് ഓഫ് പീരിയോഡിക്കൽസ് ആർ എക്സംപ്റ്റ് ഒൺലി. എപ്പോഴാണ് അത് എക്സംപ്റ്റഡ് ആവുക? ഇഫ് ദേ ആർ പ്രൊവൈഡഡ് ടു എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് സർവീസസ് ബൈ വേ ഓഫ് education as a part of curriculum for obtaining qualification recognized by any law for the time being in force. So ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ജേർണൽസ് അല്ലെങ്കിൽ പീരിയോഡിക്കൽസ് നമ്മളൊരു സ്കൂൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വൊക്കേഷണൽ അപ്രൂവ്ഡ് വൊക്കേഷണൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് ബി എക്സംപ്റ്റഡ്. പോയിന്റ് നമ്പർ E, കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ ഇൻ സോ ഫാർ ആസ് എഡ്യൂക്കേഷൻ ഈസ് കൺസേൺഡ്. ഈ പലപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ്റെ കൂടെ, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ പല സപ്ലൈകളും അതിൻ്റെ ഫീസ് മേടിച്ച്, ഇപ്പോൾ വിദ്യാഭ്യാസം മാത്രമായിരിക്കത്തില്ല, പലതും എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബോർഡിംഗ് സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. ബോർഡിംഗ് സ്കൂൾ പ്രൊവൈഡ് സർവീസ് ഓഫ് എഡ്യൂക്കേഷൻ കപ്പിൾഡ് വിത്ത് അതർ സർവീസസ് ലൈക്ക് പ്രൊവൈഡിംഗ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഫോർ റെസിഡൻസ് ആൻഡ് ഫുഡ്. This may be a case of composite supply if the charges for education and lodging and boarding are inseparable. Yes. So ഇപ്പോൾ നമ്മൾ ബോർഡിംഗ് സ്കൂളുകൾ, കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുന്നവരാണ്. സോ താമസം, ഭക്ഷണം, ഇതെല്ലാം സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം കൂടി ചേർത്തിട്ടാണ് അവർ ഒരു വർഷത്തേക്കുള്ള ഫീസ് മേടിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഇൻസെപ്പറബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന് എന്താണ്, എക്സംപ്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം അതിനെ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്ക്. ബോർഡിംഗ് സ്കൂളുകളെല്ലാം അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ളത് നമുക്കറിയാം. ഒരു മെയിൻ സപ്ലൈ ഉണ്ട്. ഇവിടെ മെയിൻ സപ്ലൈ എന്ന് പറയുന്നത് ഇമ്പാർട്ടിങ് ഓഫ് എഡ്യൂക്കേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് സർവീസസ് കൂടി എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, എല്ലാ ബോർഡിംഗ് സ്കൂളുകളും ഈ ഞാനീ പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ താമസം, ഭക്ഷണം, ട്രാവലിംഗ് ഇതെല്ലാം കൊടുക്കുന്നുണ്ടാവും.
സോ ഇതെല്ലാം തന്നെ എന്താണ് കോമ്പോസിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ ഇതൊരു കോമ്പോസിറ്റ് ആണ്. കാരണം എല്ലാ കോമ്പോസിറ്റ് സപ്ലൈകളും അങ്ങനെ തന്നെയാണ്. എല്ലാ ബോർഡിംഗ് സ്കൂളുകളും അങ്ങനെ തന്നെയാണ്. അവിടെ ചേരുന്ന കുട്ടികളും പാരൻസും എല്ലാം പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും ബോർഡിംഗ് സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ ആകുമ്പോൾ ഈ സെറ്റിനെ എന്ത് സർവീസ് ആയിട്ടാണ് കണക്കാക്കുക, അല്ലെങ്കിൽ എന്ത് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക? എഡ്യൂക്കേഷൻ സർവീസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. Such services in case of boarding school are naturally bundled and supplied in ordinary course of business. Therefore, bundle of service will be treated as consisting entirely of the principal supply, which means a service the form of predominant element of such a bundle. In this case, predominant nature is determined by the service of education. അപ്പോൾ ഇവിടെ predominant nature ഉള്ള സപ്ലൈ ഏതാണ്? സർവീസ് ഓഫ് എഡ്യൂക്കേഷൻ. Other service of providing residential dwelling will not be considered for the purpose of determining the tax liability, and in this case the entire consideration for supply will be exempt. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റ് ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ let's take another example where a course in a college leads to dual qualification, only one of which is recognized by law. ഇപ്പോൾ ഒരു കോളേജ് കുട്ടികൾക്ക് ബികോം ഡിഗ്രിയോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷനോ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കൂടി നൽകി കുട്ടികൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. മിക്കവാറും കോളേജുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും ഈ ഡിഗ്രിയോടൊപ്പം നിങ്ങൾ ഇന്ന കോഴ്സ് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ ഡിഗ്രിക്ക് നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്ക് അതിനോടൊപ്പം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോഴ്സിന് കൂടി ചേരാം. ബട്ട് ഇറ്റ്സ് ഓപ്ഷണൽ. നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഇത് പഠിച്ചിരുന്നാൽ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അത് പഠിക്കാൻ ചേരും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിഗ്രിക്ക് നമ്മളൊരു ഫീസ് കൊടുക്കുന്നുണ്ട്, പ്ലസ് ഈ ഒരു എക്സ്ട്രാ കോഴ്സിന് നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ആ കോളേജിനെ ആ ഒരു കാര്യത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കുകയും അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, GST വരത്തുമില്ല. ഡിഗ്രിയുടെ ഫീസിൻ്റെ മേളിൽ GST വരില്ല. ഈ എക്സ്ട്രാ കോഴ്സിൻ്റെ ഫീസിന് മേളിൽ GST വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. See, would service provided by college by way of such education covered by exemption notification? ഇതിന് exemption കിട്ടുമോ? Provision of dual qualification is in the nature of two separate service, as the curriculum and fees for each of such qualification are prescribed separately. Service in respect of each qualification would therefore be assessed separately. If an artificial bundle of service is created by clubbing two courses together, only one of which leads to a qualification recognized by law, then by application of the rule of determination of taxability of service which is not bundled in the ordinary course of business, it shall be treated as a mixed supply. മിക്സഡ് സപ്ലൈ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ഏത് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക? The supply which attracts a highest rate of tax. The taxability will be determined by supply which attracts highest rate of GST. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോളേജ് പ്രധാന ഡിഗ്രിയോടൊപ്പം വേറൊരു കോഴ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുകയാണ്. അതിൽ ഡിഗ്രി മാത്രമേ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മറ്റേ കോഴ്സ് റെക്കഗ്നൈസ്ഡ് അല്ല. ചിലപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങോ എന്തെങ്കിലും ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ SAP ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് പഠിപ്പിച്ച് പരീക്ഷ നടത്തി അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷേ അതൊരു റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫീസിൻ്റെ മേളിൽ ആ രണ്ടാമത്തെ കോഴ്സിൻ്റെ ഫീസിന് മേളിൽ അവർ GST കളക്ട് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഇതിലെല്ലാത്തിനും കൂടെ ഒറ്റ ഫീസാണ് മേടിക്കുന്നതെങ്കിൽ ഇതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആവുമോ? എല്ലാ കോളേജുകളും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കോമ്പോസിറ്റ് സപ്ലൈ അല്ല, അതൊരു മിക്സഡ് സപ്ലൈ ആണ്. ഇതിനെല്ലാത്തിനും കൂടെ ഒറ്റ ഫീസാണ് മേടിക്കണമെങ്കിൽ അതൊരു മിക്സഡ് സപ്ലൈ ആണ്. മിക്സഡ് സപ്ലൈ ആണെങ്കിൽ ഈ രണ്ട് കോഴ്സിൽ ഏതിനാണോ കൂടുതൽ റേറ്റ് അതായിരിക്കും ആപ്ലിക്കബിൾ ആവുക. നമുക്കറിയാം ഡിഗ്രി കോഴ്സിൻ്റെ റേറ്റ് 0 ആണ്, കാരണം അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. എന്നാൽ മറ്റത് ടാക്സബിൾ ആണ്, 18% വരും. സോ എൻ്റെ ഫീസിൻ്റെ മേളിലും 18% വരും. സോ അതൊരു അബദ്ധമാണ്. അപ്പോൾ കോളേജുകൾ നോർമലി ടാക്സ് കൺസൾട്ടൻറ്റിനോട്, ചാർട്ടേഡ് അക്കൗണ്ടിനോട്, കോസ്റ്റ് അക്കൗണ്ടിനോടൊക്കെ അഭിപ്രായം എടുത്തതിന് ശേഷം അവർ ചെയ്യുന്ന എന്തായിരിക്കും, അവർ ഇതിനെ സെപ്പറേറ്റ് ബില്ല് ചെയ്യും. എഡ്യൂക്കേഷണൽ കോഴ്സ് അഥവാ ഡിഗ്രി കോഴ്സിൻ്റെ ഫീസ് സെപ്പറേറ്റും മറ്റേത് സെപ്പറേറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡിഗ്രിയുടെ ഫീസിന് നമുക്ക് GST വരില്ല, ഈ കോഴ്സിൻ്റെ ഫീസിൻ്റെ മേളിൽ എന്ത് വരും? GST വരും എന്നുള്ളതാണ്. However, incidental or auxiliary courses provided by way of hobby classes or extracurricular activities in furtherance of overall well-being will be an example of naturally bundled course and therefore treated as composite supply.
ഇനി ഹോബി ക്ലാസ്സസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ നമുക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അല്ലാതെ കോളേജുകൾ ഏത് മാത്രമല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. BCom എങ്കിൽ അതിനകത്തുള്ള 10-18 വിഷയങ്ങൾ മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ഇവർക്ക് ഇത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആക്കി മാറ്റാം എന്നുള്ളതാണ്. One relevant consideration in such case will be amount of extra billing being done for unrecognized competent component. If extra billing is being done, extra billing ചെയ്തിട്ടുണ്ടെങ്കിൽ, it may be a case of artificial bundling of two different supplies not supplied together in the ordinary course of business and therefore will be treated as a mixed supply, attracting the rate of higher tax component of the entire consideration. Okay. Affiliation provided by universities to colleges. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ സെൻട്രൽ ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ടാക്സബിൾ സപ്ലൈ ആണോ എക്സംപ്റ്റ് സപ്ലൈ ആണോ. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, അത് ആ സ്കൂളുകൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ ലോക്കൽ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണെന്നൊരു പോയിന്റ് നമ്പർ 59 കണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾക്ക് കാശ് മേടിച്ച് അഫിലിയേഷൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെ മേടിക്കുന്ന കാശിൻ്റെ മേളിൽ GST വരുമോ? അപ്പോൾ നമ്മൾ ആലോചിക്കണം. യൂണിവേഴ്സിറ്റികൾ ഉറപ്പായിട്ടും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഈ കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റീസിനും സ്റ്റാഫിനും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എക്സംപ്റ്റഡ് ആണ്. പരീക്ഷ നടത്തുന്നതും അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നതും എക്സംപ്ഷനാണ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പരീക്ഷ നടത്തുന്നത് കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നടത്തുന്നത് എക്സംപ്റ്റഡ് ആണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ഇപ്പോൾ ഈ കോളേജുകളെന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ സർവീസസ് പ്രൊവൈഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ കോളേജുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി നൽകുന്ന സ്ഥാപനങ്ങളല്ലേ. സോ അതുകൊണ്ട് കോളേജുകൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. യൂണിവേഴ്സിറ്റികൾ അവർക്ക് അങ്ങോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരം സർവീസുകൾ എക്സംപ്റ്റഡ് ആകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോളേജുകൾക്ക് നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുകയാണ്, കോളേജുകൾക്ക് വേണ്ടി പരീക്ഷ നടത്തിയാലൊക്കെ എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഈ അഫിലിയേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്ന പരിപാടിയാണോ, അല്ലെങ്കിൽ ഒരു ഒരു പരീക്ഷ നടത്തുന്ന പരിപാടിയാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഈ അഫിലിയേഷൻ പ്രൊവൈഡഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ടു കോളേജസ് are not, ഇവിടെ പറയാണ്, affiliation service provided by universities are not related to admission of students to such colleges or conduct of examination by such colleges. So it has been clarified in a CBIC ഒരു clarification തന്നിട്ടുണ്ട്. Affiliation services provided by universities to their constituent colleges are not covered within the ambit of exemption provided to educational institutions. So അത് വ്യക്തമായി അവിടെ mentioned ആണ്. So it is not taxable. Sorry, it is taxable, it is not exempted. Not covered within the ambit of exemption എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. Next, affiliation provided by central and state education board or council or other similar body to school. നമ്മളത് നേരത്തെ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റാണ്. ഈ സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് സ്കൂളുകൾക്ക് അഫിലിയേഷൻ നൽകുന്ന പരിപാടി ഒരു എക്സംപ്റ്റഡ് സർവീസാണോ ടാക്സബിൾ സർവീസാണോ? അഫിലിയേഷൻ നൽകുന്ന ഒരു ടാക്സബിൾ സർവീസാണ്, ഒരു സംശയവും വേണ്ട. അത് എന്ത് തന്നെയാണ്, ടാക്സബിൾ സർവീസാണ്. എന്നാൽ അത് ആർക്കാണ് അഫിലിയേഷൻ കൊടുക്കുന്നത്? ഇവിടെ പറയാണ്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അഫിലിയേഷൻ സർവീസ് പുതുതായിട്ട് വന്നതാണ്. അഫിലിയേഷൻ സർവീസ് പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഓർ കൗൺസിൽ or other similar body to government school, that is school established owned or controlled by central government, state government, union territory, local authority, governmental authority or government entity are exempt. പ്രൈവറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ITIകളും ITCയും നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. ITIകളും ITCകളും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ഇത്രയും നോക്കേണ്ടതായിട്ടുള്ളൂ. ITIയും ITCയും നടത്തുന്ന കോഴ്സുകൾ എന്ത് കോഴ്സുകളായിരിക്കണം? നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് NCVET അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് എന്താണ് ഇവർ നടത്തുന്നതെങ്കിൽ
ഉറപ്പായിട്ടും അതൊക്കെ തന്നെ എന്ത് തന്നെ ആയിരിക്കും. അതുമാത്രമല്ല ആ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് അണ്ടർ അപ്രൻറ്റീസ് ആക്ട് 1961 ആണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതെല്ലാം തന്നെ എന്ത് തന്നെയാണ്, അത്തരം ITIകളെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം. സോ പ്രൈവറ്റ് ITIകൾക്ക് എക്സംഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ITI നടത്തുന്ന കോഴ്സുകളെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. പ്രൈവറ്റ് ITIകൾക്ക് എന്തുണ്ടായിരിക്കണം, അപ്രൂവൽ ഉണ്ടായിരിക്കണം. എന്ത് അപ്രൂവൽ ഉണ്ടായിരിക്കണം? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സായിട്ട് എന്ത് ചെയ്തിരിക്കണം, അപ്രൂവ് ഉണ്ടായിരിക്കണം. ആരാണ് ഈ അപ്രൂവൽ കൊടുക്കുന്നത്? NCVET. NCVETയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. മാത്രവുമല്ല ഇത് എന്തായിരിക്കണം, ഡെസിഗ്നേറ്റഡ് ട്രേഡുകളായിരിക്കണം. പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മൾ ഡിഗ്രി എന്നല്ല ട്രേഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ITIയിൽ പഠിക്കുന്ന ഏത് ട്രേഡാണ് പഠിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്, അല്ല നീ ഏത് ഡിഗ്രിക്ക് പഠിക്കുന്നതെന്നല്ല ചോദിക്കുന്നത്. So it's a designated trade under Apprentice Act 1961. These are all exempt. നോക്കൂ, in case of other designated trades in private ITI, GST is payable on efforts services. GST is payable. അതർ ദാൻ ഡെസിഗ്നേറ്റഡ് ട്രേഡ്സ് ആണെന്നുണ്ടെങ്കിൽ GST ബാധകമാണ്. ഇനി ഗവൺമെൻറ് ITI ഇതേ പോയിന്റ് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ITI ആണെന്നുണ്ടെങ്കിലും ഇതേ കാര്യം തന്നെയാണ്, അതിനും ഈ പറഞ്ഞതുപോലെ എന്തുണ്ടായിരിക്കും, എക്സംഷൻ ഉണ്ടായിരിക്കും. ദെൻ അൺറെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോച്ചിങ് സെൻറ്ററുകൾ അല്ലെ, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുന്ന പ്രൈവറ്റ് കോച്ചിങ് സെൻറ്ററുകളില്ലേ, CA CMA CS ഒക്കെ പഠിക്കുന്ന പ്രൈവറ്റ് കോച്ചിങ് സെൻറ്ററുകൾ, ധാരാളം കോച്ചിങ് സെൻറ്ററുകളുണ്ട്. ഇത്തരം കോച്ചിങ് സെൻറ്ററുകൾ, ട്യൂഷൻ സെൻറ്ററുകൾ, ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പരിഗണിക്കുമോ? GST നിയമപ്രകാരം ഇത് എക്സംഷൻ കിട്ടുന്ന എന്തല്ല, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഇവയെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ജോയിൻ ചെയ്തിട്ട് യു വിൽ ബി പേയിങ് GST അലോങ് വിത്ത് ദ ഫീസ്, റൈറ്റ്? സോ GST നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സോ ഇത്തരം സ്ഥാപനങ്ങൾ നമുക്കൊരു ഇതൊക്കെ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ടാണ് അതിന് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരുന്നത്, ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. സോ would not be treated as education institution under GST and thus cannot avail exemption available to educational institution. ഉറപ്പായിട്ട് നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഥവാ IIM. സോ IIM കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ CAT എക്സാമിനേഷനൊക്കെ ഉണ്ട്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എക്സാമിനേഷൻ പാസ്സായിട്ടാണ് നമ്മൾ IIMൽ ജോയിൻ ചെയ്യുന്നത്. IIMൽ നമ്മൾ IIM ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ഇതൊരു ചോദ്യമാണ്. ഉറപ്പായിട്ടും IIM ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം അവർക്കൊരു കരിക്കുലം ബേസ് ചെയ്ത് തന്നെയാണ് അവർ ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു PGDMA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് MBA തുല്യമായിട്ടുള്ള ഒരു ഡിഗ്രിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാനായിട്ട് പറ്റും. ദേ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആസ് പാർട്ട് ഓഫ് കരിക്കുലം ഫോർ ഒബ്റ്റെയിനിങ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ലോ ഇൻ ഫോഴ്സ്. ഒരു കോളേജ് പോലെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം കോഴ്സുകൾക്ക് എക്സംഷൻ ഉണ്ടായിരിക്കും. സോ ഇവർ ലോങ് ഡ്യൂറേഷൻ കോഴ്സുകളാണ് പൊതുവെ കൊടുക്കാറുള്ളത്, 1 year or more, which they award diploma or degree certificate duly recommended by Board of Governors as per the power vested under IIM Act 2017. Services provided by IIM to their students in all such long duration program are exempt from levy of GST. So അവർക്ക് GST exempt ആണ്. ഇനി ഇവർ ഈ ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, ഈ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, ചെറിയ സർട്ടിഫിക്കേഷൻ. അത് അത്തരം പ്രോഗ്രാമുകൾ നിങ്ങൾ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചില വർക്ക്ഷോപ്സ് ഒക്കെ. ഇപ്പം നിങ്ങളൊരു പ്രൊഫഷണലാണ്, നിങ്ങളിപ്പോൾ CA ACCA CMA CS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കോഴ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇഫ് യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് മാറണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കോർപ്പറേറ്റ് സംസ്കാരം, അവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സും ഒക്കെ ആര് സംഘടിപ്പിക്കാറുണ്ട്, ഈ IIMs കണ്ടക്ട് ചെയ്യാറുണ്ട്. ആൻഡ് യു ക്യാൻ അറ്റൻഡ് ദാറ്റ് വർക്ക്ഷോപ്സ്. അതിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് IIM തരും. അതിനർത്ഥം നിങ്ങൾ IIMൻ്റെ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, അത്തരം കോഴ്സുകൾ എന്താണ്
ടാക്സ്. അതൊരു എഡ്യൂക്കേഷണൽ സർവീസ് അല്ല അവർ അപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഐ എം ഓൾസോ പ്രൊവൈഡ് വേരിയസ് ഷോർട്ട് duration or short term programs less than 1 year for which they award participation certificate to the executives or professionals as they are considered as participants to the said program. അവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്, അല്ലാതെ നിങ്ങളെ അവിടെ ഒരു സ്റ്റുഡൻസ് ആയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിനോ ഫാക്കൽറ്റീസിനോ സ്റ്റാഫിനോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് മാത്രമേ എക്സംപ്റ്റഡ് ആവത്തുള്ളൂ. സോ ഈ പറയുന്ന പരിപാടിക്ക് എക്സംഷൻ ഉണ്ടായിരിക്കുകയില്ല. സോ സർവീസ് പ്രൊവൈഡഡ് ബൈ IIM ആസ് an education institution to such participants is not exempt from GST and GST is payable on the same. Next, supply of food in a mess or canteen. ഇപ്പോൾ ഫുഡ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണോ എന്നുള്ളതാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കുട്ടികൾക്കും ഫാക്കൽറ്റീസിനൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ഒരു കരാറ് കൊടുക്കും, ആർക്ക്? വേറൊരു ഔട്ട്സൈഡ് പാർട്ടിക്ക്, തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കും. ആ തേർഡ് പാർട്ടി സപ്ലൈ ചെയ്യുന്നതിന് ഈ എക്സംഷൻ ഉണ്ടായിരിക്കത്തില്ല. നോക്കൂ, ഫെസിലിറ്റി ഒന്നുകിൽ റൺ ചെയ്യുന്ന ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സ്റ്റുഡൻറ് themselves or outsourced to a third person. If catering service is one of service provided by an education institution to its students, faculty and staff, and said education institution is covered by the definition of education institution, then the same is exempt. If the catering service, that is supply of food or drink in a mess or canteen, is provided by anyone other than education institution, that is institution outsource the catering activity to an outside contractor, then it is a supply of service to the concerned education institution by such outside caterer and attract a GST. Yes. പിന്നെ നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന സ്കൂളിൽ നമ്മൾ കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഇപ്പോൾ സ്കൂളിൽ ഫുഡ്, ഇപ്പോൾ ചില സ്കൂളുകൾ, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം, എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂൾ, അവിടെ അവന് ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, രാവിലെ ഉറക്കണിപ്പിച്ച് കുളിപ്പിച്ച് ബാഗ് കയറ്റി അങ്ങ് വിട്ടാൽ മതി. ബുക്ക് പോലും കൊണ്ടുവരില്ല, ബുക്കെല്ലാം അവിടെ സ്കൂളിൽ തന്നെ ആയിരിക്കും വയ്ക്കുക. നല്ല പരിപാടിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഫുഡ് അവിടെ നിന്ന് തന്നെ കൊടുത്തോളൂ, ശല്യമില്ല. അപ്പോൾ രാവിലെ പോവും, ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ പഠിച്ച് മാക്സിമം കളിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇതാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂള് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അവർ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന, എനിക്കറിയില്ല, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്കൂൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില ദിവസങ്ങളിൽ അവിടെ ഇവനെ കൊണ്ടാക്കാനായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വലിയ വണ്ടിയിൽ വന്ന് ഫുഡ് അവിടെ കൊണ്ട് ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം, ഇവർ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ജോബ് എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മിസ്റ്റർ എ, അയാളാണ് ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിലേക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹി ഈസ് പ്രൊവൈഡിങ് കാറ്ററിംഗ് സർവീസ് ടു ദാറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പോയിന്റ് നമ്മൾ കണ്ടതല്ലേ. ഈ കാറ്ററിംഗ് സർവീസ് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ ഇതുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ് നമ്മൾ കണ്ടു. പക്ഷേ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം? പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സ്കൂളായിരിക്കണം. സോ ഇവൻ്റെ സ്കൂളിൻ്റെ കാര്യത്തിൽ അതെന്തായിരിക്കും? ഇവൻ്റെ സ്കൂളിന് ആ മിസ്റ്റർ എ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാറ്ററിംഗ് സർവീസ് എക്സംപ്റ്റഡ് ആണ്. അതാണ് പോയിന്റ്. ഓക്കെ. എന്നാൽ അതേസമയം ഇത് വല്ല കോളേജിനോ നേരത്തെ പറഞ്ഞ ITIക്കോ ITCക്കോ ആണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആവില്ല എന്നുള്ളത്. Then clarification regarding applicability of GST on supply of food in Anganwadis and school. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, the issue which arose for consideration was to whether serving of food in a school under midday meal scheme would be exempt if such supplies are funded by government grant or by corporate donation. Okay. Services provided to an education by way of catering. നമ്മൾ നേരത്തെ പറഞ്ഞു, കാറ്ററിങ് including in a midday scheme sponsored by central government, state government or union territory is exempt. This entry applies to preschool and school. Accordingly, any catering services provided to an education institution is exempt. It include midday meal scheme. The scope of this entry is thus wide enough to cover any serving of any food to a school, including preschool. ഇപ്പോൾ ഈ ഫുഡ് സെർവ് ചെയ്യുന്നത് ആരോ സെർവ് ചെയ്യുന്ന ആയിക്കോട്ടെ, സ്കൂളിലേക്കാണ് നിങ്ങൾ കാറ്ററിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഫുഡ് ഉണ്ടാക്കാനുള്ള പൈസ ആര് തന്നു, ഗവൺമെൻറ് സ്പോൺസേർഡ് ആണോ ഇല്ല, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല.
സ്കൂളിലേക്ക് ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതെന്ത് തന്നെയാണ്, എക്സംഷൻ തന്നെയാണ്. പ്രീ സ്കൂൾ എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. സോ സെർവിങ് ഓഫ് ഫുഡ് ടു അംഗൻവാടി ഷാൽ ഓൾസോ ബി കവേർഡ് ബൈ സെറ്റ് എക്സംഷൻ വെദർ സ്പോൺസർഡ് ബൈ ഗവൺമെൻറ് ഓർ ത്രൂ ഡൊണേഷൻസ് ഫ്രം കോർപ്പറേറ്റ്. കാശ് എവിടെ നിന്ന് കിട്ടി നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ല. മറ്റൊന്ന്, ഫീസ് ചാർജ് ഫ്രം പ്രോസ്പെക്റ്റീവ് എംപ്ലോയേഴ്സ്. ഈ IIT, IIM അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വളരെ പ്രസിദ്ധമായ പല കോളേജുകളിലും ബിഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എല്ലാം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കാറുണ്ട്. അപ്പോൾ കമ്പനികൾ വന്നിട്ട് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്ത് ജോലിക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ കോളേജിലേക്ക് സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് ആ സ്കൂളല്ല ആ കോളേജിലേക്കോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ വരണമെന്നുണ്ടെങ്കിൽ അത് ആ കോളേജിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബിസിനസ് കൂടിയാണ്. ഒരു കമ്പനി അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവർ കമ്പനിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. ഈ കോളേജ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോസ്പെക്റ്റീവ് എംപ്ലോയർ, അതായത് ആ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വരുന്ന കമ്പനിയിൽ നിന്ന് വലിയൊരു എമൗണ്ട് മേടിക്കും. കാരണം അവരും കാശ് കൊടുക്കണം, കാരണം അവർക്ക് കുട്ടികളെ കിട്ടല്ലേ. യെസ്. ഇപ്പം ഈ കോളേജ് പരസ്യം ചെയ്യുന്നത് എന്താണ്, നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളുടെ 100% പ്ലേസ്ഡ് ആയി എന്ന് പറയുമ്പോൾ ഈ കോളേജ് നേരെ പോയി ആ കമ്പനിയുടെ കാല് പിടിക്കുകയല്ല ചെയ്യുന്നത്. കമ്പനിക്ക് അവിടെ ആവശ്യമുണ്ടെന്താണ്, നല്ല കുട്ടികളെ കിട്ടണം. ഈ കോളേജിൽ വന്നാലേ നല്ല കുട്ടികളെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും, കോളേജുകൾ ആദ്യം ആ കമ്പനി കോളേജിനെ സമീപിക്കും. എന്നിട്ട് പറയും നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ കോളേജ് പറയണം വരൂ, പക്ഷേ ഇത്ര രൂപ ഫീസ് അടച്ചാലേ നിങ്ങൾക്ക് വരാൻ പറ്റും. സോ ആ കമ്പനി കോളേജിന് ഫീസ് അടയ്ക്കുന്നു. ഈ ഫീസിൻ്റെ മേളിൽ GST വരുമോ? ഒരു സംശയം വേണ്ട, അതിൻ്റെ മേളിൽ എന്ത് വരുന്നുണ്ട്, ഫീസ് വരുന്നത്. സർവീസസ് ആർ ഷാൽ ബി ലയബിൾ ടു ടാക്സ്. അപ്പോൾ ഇവിടെ കോളേജുകൾ കമ്പനികളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യുകയാണ്, ഇൻ്റർവ്യൂവിന് വിട്ടുകൊടുക്കുകയാണ്. അതിന് GST വരും. മറ്റൊന്ന്, മാരിടൈം കോഴ്സ് അപ്രൂവ്ഡ് ബൈ DG, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്. യെസ്. Maritime training institutes and their training courses are approved by Director General of Shipping, which are duly recognized under the provisions of Merchant Shipping Act 1958, read with the Merchant Shipping Rules 2014. Therefore, maritime training institutes are educational institutions and course conducted by them are exempt subject to fulfillment of other conditions specified here. നമ്മുടെ രാജ്യത്ത് അംഗീകൃതമായിട്ടുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നൽകുന്ന സ്ഥാപനങ്ങളെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരം മാരിടൈം കോഴ്സുകളെ, മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നമുക്ക് ഈ പറയുന്ന പോലെ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾക്കാണ് ഈ മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ മാരിടൈം ട്രെയിനിങ്, നിങ്ങൾ മെർച്ചൻ്റ് നേവിയിലൊക്കെ ജോലി കയറുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവി കപ്പലുകളിലൊക്കെ ജോലി കിട്ടും. അവിടെയാണ് നിങ്ങൾ പിന്നെ നാളെ നാവികനായിട്ട് മാറുന്നത്. പല ഉയർന്ന നല്ല ശമ്പളമൊക്കെയാണ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിങ്ങൾ പഠിച്ചാൽ അതിന് GST ഉണ്ടോ? ആ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സിന് GST ഉണ്ടോ? പറഞ്ഞു വരുന്നത് GST ഇല്ല. കാരണം അത്തരം സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ തന്നെയാണ്. Then approved ഫ്ലൈയിങ് ട്രെയിനിങ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ FTO അപ്രൂവ്ഡ് DGCA. യെസ്, ഒരു സംശയം വേണ്ട, ഇതൊക്കെ നിയമപരമായി അംഗീകൃതമായിട്ടുള്ള കോഴ്സുകളാണ് എന്നുണ്ടെങ്കിൽ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA അപ്രൂവ്സ് ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ FTO, ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ. ഇപ്പോൾ പൈലറ്റുമാരെ പഠിപ്പിക്കുന്ന ആൾക്കാരില്ലേ, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്, ഓർഗനൈസേഷനുകൾക്ക് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. സോ അവർ നടത്തുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കപ്പെട്ടതാണ്. അംഗീകരിക്കപ്പെട്ടതാണ്. So therefore, approved flying training course conducted by FTOs approved by DGCA, wherein DGCA mandates requirement of completion certificate are exempt. ഒരു സംശയം വേണ്ട, ഇതെല്ലാം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ ആണ്. മറ്റൊന്ന്, ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ആപ്ലിക്കബിലിറ്റി ഓഫ് GST ഓൺ application fee charged for entrance or the fee charged for issuance of eligibility certificate for admission or for issuance of migration certificate by educational institution. In this regard, it is stated that educational services supplied by education institution to its students are exempt from GST. Relevant portion of which reads as under. So അതൊന്നുകൂടി ഇവിടെ റീകളക്ട് ചെയ്യാണ്.
സർവീസ് പ്രൊവൈഡഡ് ബൈ ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് കണ്ടക്ട് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ അഗെയിൻസ്റ്റ് എൻട്രൻസ് ഫീ. Therefore it can be seen that all services supplied by an education institution to its students are exempt from GST. Consideration charged by education institution by way of entrance fee for conduct of entrance examination is also exempt. So exemption is a wide enough to cover. അതുകൊണ്ട് തന്നെ the amount or fee charged for admission or entrance, or amount charged for application fee for entrance, or the fee charged from prospective students for issuance of eligibility certificate to them in the process of their entrance or admission to the educational institution. Services supplied by an education institution by way of issuance of migration certificate to the leaving or ex students are also covered by the exemption. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളൊരു സ്ഥാപനത്തിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് കയറുമ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങളൊരു സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ട് വേറൊരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ അത് അവിടെ വാങ്ങാനായിട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളവിടെ ഒരു ഫീസ് അടയ്ക്കേണ്ടി വരും. ആ ഫീസിൻ്റെ മേളിൽ GST വരുമോ? ഇല്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നല്ലോ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന സർവീസ് സേവനങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് തന്നെയാണ്? എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. Accordingly, such activities of education institutions are also exempt. സോ അത്യാവശ്യം ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു നമുക്ക് ഈ എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയുന്നത്. എനിവേ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ വി നീഡ് ടു ഡിസ്കസ് സം എക്സാമ്പിൾസ് ഓൾസോ. അതായത് ഇവിടെ ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു 6-7 എക്സാമ്പിൾസ് പറയാൻ പോകണം. ഈ എക്സാമ്പിൾസിലെല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ടാകും. അതൊരു ഇൻകം GST നിയമപ്രകാരം ഇതൊരു റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ധരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, എ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ മധ്യപ്രദേശ്, ഓഫേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. All the engineering courses including distance learning, postgraduate learning program offered by DIT are recognized by the law. All India Council for Technical Education, AICTE. അപ്പോൾ ഈ പറയുന്ന ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട ഒരു ഡിഗ്രിയാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇത് കിട്ടുകയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഈ പറയുന്ന സ്ഥാപനം ഉറപ്പായിട്ടും എന്ത് തന്നെയാണ്? ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സിൻസ് DIT imparts education as a part of curriculum for obtaining a qualification recognized by Indian law, same is an educational institution. മറ്റത് ലിറ്റിൽ വേ പബ്ലിക് സ്കൂൾ. സ്കൂളാണ്. സ്കൂൾ നമുക്കറിയാമല്ലോ, പ്രീ സ്കൂൾ മുതൽ +2 വരെയും എന്ത് തന്നെയാണ്? ഹയർ സെക്കൻഡറി ലെവൽ വരെയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെയാണ് കണക്കാക്കുക. ഇനി ലിറ്റിൽ വേ പബ്ലിക് സ്കൂൾ എവിടെയുള്ളതാണ്? തമിഴ്നാട്. സ്കൂൾ ഹാസ് 2 branches, one pre-school and another is higher secondary. പ്രീ സ്കൂൾ ആവട്ടെ ഹയർ സെക്കൻഡറി ആവട്ടെ രണ്ടും CBSE അഫിലിയേറ്റഡ് ആണ്. എന്ത് തന്നെ ആയിരുന്നാലും പ്രീ സ്കൂൾ ആവട്ടെ ഹയർ സെക്കൻഡറി ആവട്ടെ രണ്ടും നമുക്ക് ധൈര്യമായിട്ട് പറയാം അതെന്ത് തന്നെയാണ്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. A preschool and a higher secondary school are educational institutions. Thus, Little Ways Public School qualify as an educational institution. കലാദൃഷ്ടി ITIയുടെ കാര്യം നമുക്കറിയാമല്ലോ. അപ്രൂവ്ഡ് വൊക്കേഷണൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അത് ഉറപ്പായിട്ട് എന്തായിരിക്കും? എഡ്യൂക്കേഷൻ. പക്ഷേ അത് ഡെസിഗ്നേറ്റഡ് ബൈ അപ്രൻറ്റീസ് ആക്ട് ആയിരിക്കണം. കലാദൃഷ്ടി ITI ഗോരഖ്പൂർ ആണ്. എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതർ ദാൻ ഡെസിഗ്നേറ്റഡ് ട്രേഡ്. കണ്ടോ, ഡെസിഗ്നേറ്റഡ് ട്രേഡുകളല്ല അണ്ടർ അപ്രൻറ്റീസ് ആക്ട്. അങ്ങനെയാണെങ്കിൽ ഈ കലാദൃഷ്ടി ഗോരഖ്പൂറിനെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സോ ഇറ്റ് ഡസൻറ്റ് ക്വാളിഫൈ ആസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലിറ്റിൽ മിലേനിയം, എ പ്രീ സ്കൂൾ ഓൺ ഔട്ട്സ്കേർട്സ് ഓഫ് മുംബൈ ഹാസ് സബ്സ്ക്രൈബ്ഡ് ഓൺലൈൻ ജേർണൽ ഓൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്പെരിമെൻ്റ് ലേണിംഗ്. നമ്മൾ പറഞ്ഞു ഓൺലൈൻ ജേർണൽസ് ആൻഡ് പീരിയോഡിക്കൽസ് കോളേജുകൾക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് എക്സംപ്റ്റഡ് ആവത്തുള്ളൂ. ഈ ലിറ്റിൽ മിലേനിയം ഇതുപോലുള്ള പ്രീ സ്കൂളുകൾക്കൊന്നും ഓൺലൈൻ ജേർണൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സംഷൻ ഉണ്ടായിരിക്കുകയില്ല. സോ ദർ ഈസ് നോ എക്സംഷൻ. ആൻസർ നോക്കാം. ആർ നോട്ട് എക്സംപ്റ്റഡ്. കണ്ടോ, ആർ നോട്ട് എക്സംപ്റ്റഡ്. SM Transporters has provided service or transportation students faculty from their residential school and back.
ടു പാത്ത് വീൽ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. സ്കൂൾ നമുക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ഇറ്റ് ഈസ് ആൻ എക്സംപ്റ്റ് സർവീസ്. നമുക്കറിയാം ശിക്ഷ കോളേജ് ഓഫറിംഗ് ഡിഗ്രി കോഴ്സസ് ഹാസ് ടു കണ്ടക്ട് ഇറ്റ്സ് ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഇൻ നവംബർ. സോ അവർക്ക് പരീക്ഷ നടത്തണം. For this purpose, it has paid honorarium to paper setters and examiners for their service. So, examination conduct ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കോളേജിനൊക്കെ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുത്താലോ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്താലോ അതൊരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസ് ആണ്, നമുക്കറിയാം. Further, it availed the printing service for printing the question papers for conducting the examination. So ഇവിടെ പറഞ്ഞു വരുന്നത് സർവീസ് പ്രൊവൈഡഡ് ബൈ ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റിംഗ് ദ അഡ്മിഷൻ ടു ഓർ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ബൈ സച്ച് എക്സംപ്റ്റഡ്. അതുപോലെ തന്നെ therefore service of paper setters and examiners and printing service availed by ശിക്ഷ കോളേജ് are also exempted. സോ അതൊക്കെ തന്നെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓരോ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻസൈറ്റ് ഇതിൽ നിന്ന് കിട്ടും. Then Gyani Public School, a higher secondary school, has hired Suvidha Services Limited. ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. സ്കൂളാകുമ്പോൾ തന്നെ അതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറി. സുവിധ സർവീസസ് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ ഹയർ ചെയ്തു, വാടകയ്ക്ക് എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് ഇൻ ദ സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂളുകൾക്ക് സെക്യൂരിറ്റി, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ആർ പ്രൊവൈഡഡ് വിത്തിൻ ദ പ്രിമൈസസ്. Therefore, said service provided by Suvidha Limited are exempt. Okay. The school subsequently hired Suvidha Services Limited for providing security and housekeeping service at a school's annual day function organized in an auditorium outside the school campus. നല്ലൊരു ചോദ്യം. അപ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റി ക്ലീനിങ് സ്കൂളിന് കൊടുത്താൽ എക്സംപ്റ്റഡ് എന്നല്ല, സ്കൂളിന് ഉള്ളിൽ വെച്ച് കൊടുത്താലേ എന്താവുള്ളൂ. യെസ്. പക്ഷേ ഇതിപ്പോൾ ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്കൂളിന് പുറത്ത് വെച്ചാണ്. സോ അതുകൊണ്ട് ഇതിന് നമുക്ക് എക്സംപ്ഷൻ ഉണ്ടായിരിക്കുകയില്ല. നോക്കേ, outside the school campus will be taxable as only security performed within the premise of school are exempt. അതുകൊണ്ട് അതായിരിക്കും എക്സംപ്റ്റ്. സ്കൂളിന് പുറത്ത് വെച്ചായതുകൊണ്ട് അതിന് എക്സംപ്ഷൻ ഇല്ല, ദാറ്റ് ഈസ് ടാക്സബിൾ. സോ അത്യാവശ്യം വളരെ വലിയൊരു പോയിന്റാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്. എന്ത് തന്നെയാലും ഇതിൻ്റെ ഫർദർ വർക്കൗട്ട് ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലും ക്വസ്റ്റ്യൻസ് ഒക്കെ വേണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് അല്ലാതെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്കിത് കൊടുക്കുന്നുണ്ട്, വിത്ത് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ നമ്മൾ ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് സർവീസസ് ആണ്. സോ സ്കിൽ ഡെവലപ്മെൻറ്റ് അതായത് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൊഴിലില്ലാത്ത ആൾക്കാർ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് അല്ലേ, ആൾക്കാർ ധാരാളം ഉണ്ട്. അപ്പോൾ അവർക്ക് സ്കില്ലില്ലാത്തത് കൊണ്ട്, അൺസ്കിൽഡ് ലേബറേഴ്സ് അല്ലെങ്കിൽ സ്കില്ലില്ലാത്തത് കൊണ്ടാണല്ലോ അവർക്ക് തൊഴിലില്ലാത്തത്. നല്ലൊരു തൊഴിലില്ലാത്തത് കൊണ്ടാണ് അവർക്ക് വരുമാനം കുറവായതുകൊണ്ടാണ് ജീവിത നിലവാരം താഴ്ന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു തൊഴിൽ നേടാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലില്ലാത്ത ആൾക്കാർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, മറ്റ് മൊബൈൽ റിപ്പയർ സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഓക്കെ, പ്ലംബിംഗ് വർക്ക്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പല പല വിവിധ തരത്തിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സോ ഇത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്താൽ പറഞ്ഞു വരുന്ന ദർ ആർ എക്സംഷൻസ്. സോ പക്ഷേ ഇത് കുറച്ചുകൂടി സപ്ലയർ സ്പെസിഫിക് ആയിട്ടുള്ള എക്സംഷനാണ്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. എനിക്കിപ്പോൾ GST നന്നായിട്ട് അറിയാം. അപ്പോൾ GST റിട്ടേൺ ഫയൽ ചെയ്യാനും GST കേസുകൾ കൈകാര്യം ചെയ്യാനൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ആളെ വിളിച്ചിരുത്തി കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഇട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലയൻസിനെ എടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത്, നിങ്ങൾക്ക് വർക്ക് പിടിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കില്ല് ഞാൻ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്ത സർവീസ് എക്സംപ്റ്റഡ് ആണോ എന്നുള്ളതാണ്. ആവില്ല. സോ അത് എക്സംപ്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരം എക്സംഷൻ കൊടുക്കുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് മാത്രമാണ്.
സോ അത് ആരൊക്കെയാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സർവീസസ് ആര് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് എക്സംപ്റ്റഡ് ആവുക നമുക്ക് നോക്കാം. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഒരു സപ്ലയർ സ്പെസിഫിക് ആയിട്ടുള്ള എക്സംഷൻസ് ആയിരിക്കും എന്നുള്ളതാണ്. യെസ്, നോക്കൂ, എനി സർവീസ് പ്രൊവൈഡഡ് ബൈ ദി നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC സെറ്റപ്പ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC എന്നൊരു സ്ഥാപനമുണ്ട്. സോ ആ NSDC എന്ന ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സർവീസുകൾ പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എഡ്യൂക്കേഷണൽ സർവീസിനകത്ത് ഇവരെ പറ്റി നമ്മൾ കേട്ടായിരുന്നു, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അംഗീകൃത സ്ഥാപനമാണ് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ITIകൾക്കും ITCകൾക്കും എല്ലാം അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അപ്രൂവലുള്ള ITIകളും ITCകളെയൊക്കെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അത്തരം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എക്സംപ്റ്റ് ആണ്, നമ്മൾ കണ്ടതാണ്. സോ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, സോ ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ആൻ അവാർഡിംഗ് ബോഡി റെക്കഗ്നൈസ്ഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അവാർഡിംഗ് ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ റെക്കഗ്നിഷൻ കിട്ടിയിരിക്കുന്ന സ്ഥാപനം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ASAP കേരള, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ASAP എന്ന് പറഞ്ഞാൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്നുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ പർപ്പസ് വർക്കുകളാണ്. ഇതൊരു സെക്ഷൻ 8 കമ്പനിയായിട്ട്, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ ASAP. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിനോടൊപ്പം തന്നെ അവർക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും വർക്ക്ഷോപ്സും ഒക്കെ നൽകി അവരെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ ASAPനുള്ളത്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിലുടനീളം ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. സോ ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മളിവിടെ അവാർഡിംഗ് ബോഡി എന്ന് പറയുന്നത്. സോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ an assessment agency recognized by National Council for Vocational Education and Training. Assessment agency, ഇതേപോലെ തന്നെ അസസ്മെന്റ് ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ് ബോഡി accredited with an awarding body that is recognized by the National Council for Vocational Education and Training. So വിവിധ സ്ഥാപനങ്ങളാണ് ട്രെയിനിങ് ബോഡി accredited with the awarding body. ഞാൻ നേരത്തെ പറഞ്ഞ ASAP പോലുള്ള അവാർഡിംഗ് ബോഡിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ട്രെയിനിങ് സ്ഥാപനങ്ങൾ. സോ ഇവരുടെ എല്ലാം ഉദ്ദേശം, അല്ലെങ്കിൽ ഇവരെല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരെ അവർക്ക് സ്കില്ല് പകർന്നു കൊടുക്കുക എന്ന ജോലിയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. സോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ ഇൻ റിലേഷൻ ടു ഇവരെന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻ റിലേഷൻ ടു നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം or any other scheme implemented by the National Skill Development Corporation or a vocational skill development course under National Skill Certification and Monetary Reward Scheme or any national skill qualification framework, aligned qualification or skill in respect to which National Council for Vocational Education and Training has approved a qualification package. സോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള പദ്ധതികളുടെ കീഴിൽ ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്. അത്തരം കോഴ്സുകളിലൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുൻകൈ എടുക്കുന്ന ആൾക്കാരാണ് ഈ കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇവർ ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. ഓക്കെ, സോ അതാണ് പോയിന്റ്. സോ ഈ സ്കിൽ ഡെവലപ്മെന്റ് സർവീസസ് ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷാൽ ബി എക്സംപ്റ്റഡ്. Next, services of assessing bodies empaneled centrally by Directorate General of Training
Ministry of Skill Development and Ownership by way of assessment under Skill Development Initiative Scheme. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എന്താണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഈ വാക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഇവരെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് സ്കീം എന്ന് വെച്ചാൽ SDIC എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ കീഴിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ആ സ്കീമിൻ്റെ കീഴിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഈ SDIC എന്ന് പറയുന്ന സ്കീം വഴി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം അസസിങ് ബോഡീസ് ഉണ്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്തരം അസസിങ് ബോഡീസ് ശരിക്കും പറഞ്ഞാൽ ആരുമായിട്ട് ചേർന്നിട്ടാണ് ഈ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സർക്കാർ സംവിധാനവുമായി ചേർന്നിട്ടാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ അസസിങ് ബോഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനവും പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. സോ അതാണ് സർവീസസ് ഓഫ് അസസിങ് ബോഡീസ്. ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ അസസിങ് ബോഡീസിനെ ഫോം ചെയ്യുന്നത് ആരാണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ദെൻ മറ്റൊരു പോയിന്റ്, സർവീസസ് പ്രൊവൈഡഡ് ബൈ ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് അണ്ടർ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന DDU-GKY എന്ന് പറയുന്ന മറ്റൊരു സർക്കാർ പദ്ധതിയാണ്. പിന്നെ ഈ പദ്ധതികളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓരോ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. നമ്മൾ നേരത്തെ കണ്ട SDIC എന്ന് പറയുന്ന പദ്ധതി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന അസസിങ് ബോഡികൾ ചെയ്യുന്ന സേവനങ്ങൾ എക്സംപ്റ്റഡ് ആണെന്നാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് റൂറൽ, ഗ്രാമീണ മന്ത്രാലയം, കേന്ദ്ര ഗ്രാമീണ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന DDU-GKY. ഇതിൻ്റെ ഉദ്ദേശം ഗ്രാമങ്ങളിലുള്ള തൊഴിലില്ലാത്ത ആൾക്കാരെ കണ്ടെത്തി അവർക്ക് സ്കില്ല് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രൊവൈഡേഴ്സ്, ട്രെയിനേഴ്സിനെ ക്ഷണിക്കും. ആ ട്രെയിനേഴ്സ് ആയിരിക്കും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നത്, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ട്രെയിനേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. അതാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ആ വാക്കുകളും ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കവിടെ ഉണ്ടാകും. ഇതെല്ലാം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ്, വിവിധ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുക, തൊഴിലില്ലാത്ത ആൾക്കാർക്ക് സ്കില്ല് വർദ്ധിപ്പിക്കുക, പുതിയ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഉദ്ദേശം. സോ ഇത്തരം സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും ഇത്തരം സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്ന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്കുമെല്ലാം GST എക്സംഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ അതാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സർവീസാണ് ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം, ഓക്കെ, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസ്. സോ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഡോക്ടർമാരായിരിക്കും, നഴ്സുമാരായിരിക്കും, അല്ലേ, ഹോസ്പിറ്റൽസ് ആയിരിക്കും, നഴ്സിംഗ് ഹോമുകൾ, ഡിസ്പെൻസറികൾ. സോ ഇവരൊക്കെയാണ് ഈ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന വാക്കിനൊരു ഡെഫിനിഷൻ തന്നെ GST നിയമത്തിനകത്തുണ്ട്. സോ അപ്പോൾ എന്താണ് ഈ ചികിത്സ മാത്രമല്ല ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ. സോ എന്തൊക്കെയാണ് ഈ ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഇനി അത്തരം സർവീസ്, ആ ഡെഫിനിഷനകത്ത് പറയുന്ന സർവീസുകൾ അത് ചില പ്രത്യേക വ്യക്തികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. സോ നമുക്കത് നോക്കാം. പോയിന്റ് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഹെൽത്ത് കെയർ സർവീസിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. എന്താണ് ഈ ഹെൽത്ത് കെയർ സർവീസ്? ഇറ്റ് മീൻസ് എനി സർവീസ് ബൈ വേ ഓഫ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗനിർണയം. നമുക്കിപ്പോൾ ഒരു രോഗമുണ്ടെങ്കിൽ അത് നിർണ്ണയിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? ഡയഗ്നോസിസ്. ഓർ ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സ. കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപാലനം.
സോ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, കെയർ. അപ്പോൾ ഹെൽത്ത് കെയർ സർവീസിൻ്റെ അർത്ഥം ഇറ്റ്സ് മീൻസ് എനി സർവീസ് ബൈ വേ ഓഫ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, കെയർ ഫോർ ഇൽനെസ്, ഇഞ്ചുറി, ഡിഫോമിറ്റി, അബ്നോർമാലിറ്റി ഓർ പ്രഗ്നൻസി. ഓക്കെ, അപ്പോൾ പനിയാകാം, അല്ലെങ്കിൽ പരിക്കാകാം, എന്താണ് അബ്നോർമാലിറ്റി ആകാം, അല്ലെങ്കിൽ എന്താണ് ഗർഭമാകാം, അല്ലേ, പ്രഗ്നൻസി ആകാം. സോ ഈ പറയുന്ന അവസ്ഥകളെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, നിർണ്ണയിക്കുന്നതും അതിനെ ചികിത്സിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും ആയിട്ടുള്ള സർവീസുകളെല്ലാം തന്നെ എന്താണ്, ഹെൽത്ത് കെയർ സർവീസാണ്. തീർന്നിട്ടില്ല. പിന്നെ നമുക്കിതൊക്കെ രോഗം നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമൊക്കെ ഓരോ രീതികളുണ്ടല്ലോ. അതാണ് നമ്മൾ പറയുന്നത് എന്താണ്, അലോപ്പതി, യോഗ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് രീതിയിലൂടെ ചെയ്യുമ്പോഴാണ് അതിനെ ഹെൽത്ത് കെയർ സർവീസ്. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ പരിപാലിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ചികിത്സിക്കേണ്ടതും രോഗം നിർണ്ണയിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും പരിപാലിക്കേണ്ടതും എല്ലാം കൃത്യമായ രീതികളിലൂടെ ആയിരിക്കണം. അപ്പോൾ കൃത്യമായ രീതികളെന്ന് പറയുമ്പോൾ റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകൃതമായിട്ടുള്ള മരുന്ന് ശാഖകളിലൂടെ തന്നെ അത് എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ അതിനകത്ത് അലോപ്പതി വരുന്നുണ്ട്, യോഗ കയറി വരുന്നുണ്ട്, നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ വരുന്നുണ്ട്, ആയുർവേദം വരുന്നുണ്ട്, ഹോമിയോപ്പതി വരുന്നുണ്ട്, സിദ്ധവൈദ്യം വരുന്നുണ്ട്, യുനാനി വരുന്നുണ്ട്. ഈ പറയുന്ന 3, 4, 5, 6, 7 രീതിയിൽ 7 അംഗീകൃത ചികിത്സാ രീതികളിലൂടെ രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പരിപാലനം നൽകുന്നതിനുമാണ് ചെയ്യുന്നതിനെയുമാണ് നമ്മൾ ഹെൽത്ത് കെയർ സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ ഇതെവിടെ ആയിരിക്കണം, ഇൻ ഇന്ത്യ. അത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഇതെവിടെ ആയിരിക്കണം, ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ശരി. അപ്പോൾ ഹെൽത്ത് കെയർ സർവീസിൻ്റെ മീനിങ് കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇൻക്ലൂഡ്സ്, ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്ന വാക്കിനകത്ത് ഇനിയും വരുന്നുണ്ട്, സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് ഓഫ് ദി പേഷ്യൻ്റ് ടു ആൻഡ് ഫ്രം എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സോ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നതിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ഹെൽത്ത് കെയർ സർവീസായിട്ട്. അതിൽ ചികിത്സയൊന്നുമില്ല. ഒരു രോഗിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമുക്ക് ഹെൽത്ത് കെയർ സർവീസായിട്ട് കണക്കാക്കാം. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, എന്നിട്ട് പറയാണ് ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് കേട്ടാൽ ഹെൽത്ത് കെയർ സർവീസ് എന്ന് തോന്നുമെങ്കിലും അതിൽ ചില കാര്യങ്ങളെ നമ്മൾ ഹെൽത്ത് കെയർ സർവീസായി കണക്കാക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ അത് ഏതാണ് നമുക്ക് നോക്കാം. നോക്കിയോ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഓർ കോസ്മെറ്റിക് ഓർ പ്ലാസ്റ്റിക് സർജറി. നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ഇപ്പം നല്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റിയ തലയാണ് എൻ്റെത്. ഇപ്പോൾ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾ ഒരു ഡോക്ടർ, ഇത് പഠിച്ച ആൾക്കാരായിരിക്കുമല്ലോ, അവരെനിക്ക് മുടിയൊക്കെ വെച്ച് ഫിക്സ് ചെയ്ത് തരികയാണ്. അപ്പോൾ അതൊരു ഹെൽത്ത് കെയർ സർവീസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറയാണ് ഹെൽത്ത് കെയർ സർവീസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. അതുപോലെ തന്നെ കോസ്മെറ്റിക്. അപ്പോൾ എനിക്ക് എൻ്റെ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, അപ്പോൾ എനിക്ക് എൻ്റെ ഭംഗി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു കോസ്മെറ്റിക് സർജറി ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജറി നമ്മുടെ മുഖത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ ഇനി ഒരു ഡോക്ടർ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു ഇത് പഠിച്ച ഒരാളായിരിക്കുമല്ലോ എനിക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അയാൾ ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ സർവീസ് ആണോ? അല്ല. അതാണ് പറഞ്ഞത്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ്, കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി എക്സെപ്റ്റ് when undertaken to restore or to reconstruct the anatomy or functions of the body affected due to congenital defects, developmental abnormalities, injury or trauma. പക്ഷേ ഈ പറയുന്ന 3 കാര്യങ്ങളെയും നിങ്ങൾക്ക് ഹെൽത്ത് കെയർ സർവീസായി കണക്കാക്കാം. എപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശരീരത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് മുടി ഇല്ല, പക്ഷെ അത് ഈ ജന്മന കഷണ്ടി ആയി പോയത് കൊണ്ടല്ല, പാരമ്പര്യം കാരണം കഷണ്ടി ആയി പോയ കാര്യമല്ല ഇവിടെ പറയുന്നത്. പകരം എന്താണ്, നമുക്കൊരു എന്താണ് ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റി വന്നതുകൊണ്ടാണ്, അതുപോലെ തന്നെ ഇഞ്ചുറി കൊണ്ടാണ്, ട്രോമ കൊണ്ടാണ് ഇതൊക്കെ വന്നതെങ്കിൽ അത് ഇപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ആക്സിഡൻറ്റ് പറ്റി കുറേ മുറിവ് പറ്റി, അപ്പോൾ എനിക്ക് മുഖത്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, എൻ്റെ മുടി കുറേ പോയി, എൻ്റെ വലിയൊരു ആക്സിഡൻ്റാണ് സംഭവിച്ചത്. സോ എൻ്റെ മുഖം അടിപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു, എനിക്കിപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കാം, ഹെൽത്ത് കെയർ സർവീസ്.
അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന അപ്പിയറൻസ് ഇഷ്ടപ്പെടാതെ നമ്മൾ പോയി എന്താണ് സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിനെ ഹെൽത്ത് കെയർ സർവീസായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഹെൽത്ത് കെയർ സർവീസിൻ്റെ മീനിങ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് പോയിന്റിലേക്ക് പോകാം. പറഞ്ഞു വരുന്നത് സർവീസസ് ബൈ വേ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഹെൽത്ത് കെയർ സർവീസ് ബൈ എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഹെൽത്ത് കെയർ സർവീസ് ആര് പ്രൊവൈഡ് ചെയ്യുകയാണ്? ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. തൽക്കാലം അതിന് മീനിങ് ഉണ്ട്. തൽക്കാലം ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചോ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഓതറൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അതിനും മീനിങ് വരുന്നുണ്ട്. തൽക്കാലം ഡോക്ടർ എന്ന് വെച്ചോ. ഓർ പാരാമെഡിക്സ്. ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ, പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിലെ അനുബന്ധ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നേഴ്സൊക്കെ അതിനകത്ത് വരുന്ന ആൾക്കാരാണ്. ഇവരെല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സർവീസ് പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. സോ ഹെൽത്ത് കെയർ സർവീസിൻ്റെ മീനിങ് നമ്മൾ കണ്ടു. അത് ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താലോ, ഓതറൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ പ്രൊവൈഡ് ചെയ്താലോ, പാരാമെഡിക്സ് പ്രൊവൈഡ് ചെയ്താലോ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. പ്രൊവൈഡഡ് ദാറ്റ് nothing in this entry shall apply to services provided by a clinical establishment by way of providing rooms. Nothing in this entry shall apply to services provided by a clinical establishment by way of providing room other than intensive ICU, critical care unit CCU, intensive cardiac care unit ICCU, neonatal intensive care unit NICU, having room charges exceeding 5,000 per day to a person receiving health care service. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സയിലാണ്, ഇൻ പേഷ്യൻ്റ് ആണ് എന്ന് വെച്ചോളാം. അപ്പോൾ അയാൾ നിലവിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഹോസ്പിറ്റൽ റൂം കൊടുക്കുകയാണ്. റൂം ചാർജസ് അയാളുടെ കയ്യിൽ നിന്ന് ഈടാക്കുകയാണ്. ആ റൂം ചാർജസിൻ്റെ മേളിൽ GST വാങ്ങേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അതൊരു കെയറിൻ്റെ ഭാഗമാണ് ആ റൂം കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അയാൾ അവിടെ കിടത്തി ചികിത്സിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ റൂം റെൻറ്റിൻ്റെ മേളിൽ GST ഇല്ല. എന്നാൽ ആ റൂം റെൻറ്റ് പ്രതിദിനം 5000 രൂപയ്ക്ക് മേളിലാണെങ്കിൽ അതിനെന്തുണ്ടാകും? GST ഉണ്ടാകും. എക്സീഡിങ് 5000 പെർ ഡേ ആണെങ്കിൽ. ഇനി ഈ റൂം എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ല, ICU, CCU, ICCU, NICU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് മേളിൽ പോയാലും അതിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. അപ്പോൾ പോയിന്റ് വളരെ വളരെ ക്ലിയർ ആണ്. ഇപ്പം നമ്മൾ റൂം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്, പ്രൊവൈഡഡ് റൂം റെൻറ്റ് 5000 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. 5000 രൂപയ്ക്ക് മേളിൽ പോയാൽ അത് ടാക്സബിൾ ആണ്. പക്ഷേ 5000 രൂപയ്ക്ക് മേളിൽ പോയാലും ആ റൂം എന്ന് പറയുന്നത് ICU, CCU, ICCU, NICU ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വരില്ല? GST വരില്ല. ഓക്കെ. ദെൻ മറ്റൊന്ന്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ്റ് ഇൻ ആൻ ആംബുലൻസ്. ആക്ച്വലി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ്റ് നമ്മൾ ഹെൽത്ത് കെയർ സർവീസിൻ്റെ ഡെഫിനിഷനകത്ത് നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തിനാണ് ഇവിടെ വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ്റ്? കാരണം ഇവിടെ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നതിനകത്ത് എന്തുകൂടി ഉൾപ്പെടുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ്റ് ടു ആൻഡ് ഫ്രോ ഫ്രം ദി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊരു പോയിന്റ് നമ്മൾ കണ്ടതല്ലേ? ഇതാ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ്റ് ടു ആൻഡ് ഫ്രം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊരു പോയിന്റ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഓൾറെഡി ഹെൽത്ത് കെയർ സർവീസിൻ്റെ ഡെഫിനിഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ്റ് ഇൻ ആൻ ആംബുലൻസ് അതർ ദാൻ ദോസ് കവേർഡ് ഇൻ എബോ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവിടെ ഈ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ്റ് ആണെന്ന് വെച്ചോളാം. ഓക്കെ. അത് ഒരു ഹോസ്പിറ്റലോ ഡോക്ടറോ പാരാമെഡിക്സോ പ്രൊവൈഡ് ചെയ്താലാണ് അത് എക്സംപ്റ്റഡ് ആവുക. എന്നാൽ ഈ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും ഈ ഹോസ്പിറ്റലുകൾ മാത്രമല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് ആംബുലൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയ്യാണ്ടായി, നമ്മൾ ഉടനെ തന്നെ പ്രൈവറ്റ് ആംബുലൻസിലേക്ക് വിളിച്ചു. പ്രൈവറ്റ് ആംബുലൻസ് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പേഷ്യൻറ്റിനെ വണ്ടിയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പറഞ്ഞു വരുന്നത് ആ ചെയ്ത സേവനവും എന്ത് തന്നെയാണ്? എക്സംപ്റ്റഡ് ആണ്. സോ ഈ ആംബുലൻസ് സർവീസ് ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, പ്രൈവറ്റ് പാർട്ടികൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും അത് എക്സംപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഞാനത് വീണ്ടും ആ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ തൽക്കാലം ഹോസ്പിറ്റൽ എന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞു. അതിനകത്ത് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, നഴ്സിംഗ് ഹോമുകൾ വരുന്നുണ്ട്, സാധാ ചെറിയ ക്ലിനിക്കുകൾ വരുന്നുണ്ട്, സാനറ്റോറിയം ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ by whatever name called that offers services or facilities requiring
ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെൻറ്റ് ഓർ കെയർ, അതായത് ഡയഗ്നോസിസോ ട്രീറ്റ്മെൻറ്റോ കെയറോ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തെയും നമുക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ചികിത്സ എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ് സിസ്റ്റം ഓഫ് മെഡിസിനിലൂടെ ആയിരിക്കണം എന്ന് മാത്രം. അടുത്തൊരു ടേം ഓതറൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഒന്നുമില്ല, ഇന്ത്യയിൽ ലൈസൻസോടുകൂടി ചികിത്സ ചെയ്യുവാൻ അധികാരപ്പെട്ട ആൾക്കാരെയാണ് ഓതറൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഡോക്ടർമാർ മീൻസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ രജിസ്റ്റേർഡ് വിത്ത് എനി ഓഫ് ദി കൗൺസിൽ ഓഫ് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ടല്ലോ, അപ്പോൾ മെഡിക്കൽ കൗൺസിലുകളുണ്ടല്ലോ, അതിൽ മെമ്പറാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ CA എക്സാം പാസ്സായാൽ ICAയിലെ മെമ്പറാവും, CMA പാസ്സായാൽ ICMAയുടെ മെമ്പറാവും, CS പാസ്സായാൽ ICSF മെമ്പറാവും എന്ന് പറയുന്ന പോലെ ഡോക്ടർമാർ പാസ്സായ ഡോക്ടർമാരുടെ കൗൺസിലുണ്ട്, അതിനകത്ത് നമ്മൾ എന്താകും, മെമ്പറാകും എന്നുള്ളതാണ്. അങ്ങനെ മെമ്പറായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്, ഓതറൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ ട്രെയിൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നഴ്സിംഗ് സ്റ്റാഫ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ടെക്നീഷ്യൻസ്, ലാബ് അസിസ്റ്റൻസ്, ഇവരെയൊക്കെയാണ് നമ്മൾ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. യെസ്, പൊതുവേ ഈ പാരാമെഡിക്സ് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് കെയർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒരു ഒരു എംപ്ലോയിയുടെ സ്റ്റാറ്റസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എംപ്ലോയി എന്ന നിലയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ നെഗറ്റീവ് ലിസ്റ്റിൽ കവർ ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ ഷെഡ്യൂളിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഷെഡ്യൂൾ 3 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ പാരാമെഡിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്ക് GST വരാറില്ല. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ബേസിൽ അവർ ഇൻ കേസ് അവരങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതും എക്സംപ്റ്റഡ് തന്നെ ആയിരിക്കും. So services by them in a clinical establishment would be in the capacity of employee and not provided in independent capacity will thus be considered as services by such clinical. Similar services in independent capacity are also exempted. Okay, ഇനി ചില ക്ലാരിഫിക്കേഷൻസ്. സോ ഇത് സ്വാഭാവികമായും CBICയുടെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. Clarification regarding applicability of GST on services in the form of ART or IVF. IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് ഈ കുട്ടികൾ ഉണ്ടാകാത്ത ആൾക്കാർ ചികിത്സയിലൂടെ ഗർഭം ധരിക്കുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ അത്തരത്തിൽ അവൈലബിൾ ആണ്. സോ ഈ IVF ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആണോ? ഒരു സംശയം വേണ്ട, അതും എന്ത് തന്നെയാണ്, ഒരു റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ശാഖയിലൂടെ തന്നെയല്ലേ ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് അത് ഹെൽത്ത് കെയർ സർവീസ് അല്ലാതാവുക? സോ ഒരു സംശയം വേണ്ട, ഇതും എന്ത് തന്നെയാണ്, ഈ IVF ക്ലിനിക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ സർവീസാണ്, അതുകൊണ്ട് തന്നെ അത് എക്സംപ്റ്റഡ് ആണ്. സിൻസ് അബ്നോർമാലിറ്റി, ഡിസീസ്, എയിൽമെൻറ്റ്, ഇൻഫെർട്ടിലിറ്റി ഈസ് treated using ART procedure such as IVF, it is clarified that services by way of IVF are also covered under the definition of healthcare service. So നമ്മൾക്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെങ്ങാനും IVF ട്രീറ്റ്മെൻറ്റിന് GST എക്സംഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു there is exemption. ഇനി കുറച്ച് നോട്ടാണ്. ഈ ഹോസ്പിറ്റലിലെ റൂം റെൻറ്റിന് GST ഉണ്ട്. പൊതുവേ റൂം റെൻറ്റിന് GST ഇല്ല, പക്ഷേ 5000 രൂപയ്ക്ക് മേളിൽ പോയാൽ അതിന് റൂം റെൻറ്റിൻ്റെ മേളിൽ GST ഉണ്ടാവും. 6000 ആണെങ്കിൽ 6000ൻ്റെ മേളിലും GST വരും കേട്ടോ, അല്ലാതെ 5000 കഴിഞ്ഞ് 1000ന് മേളിലല്ല GST വരിക, അതുകൂടി ഓർത്തോണം. സർവീസസ് പ്രൊവൈഡഡ് ബൈ സീനിയർ ഡോക്ടർ, കൺസൾട്ടൻറ്റ് ഓർ ടെക്നീഷ്യൻസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോസ്പിറ്റലുകൾ ഈ ഡോക്ടർമാരെ ഹയർ ചെയ്യാറുണ്ട്. ഡോക്ടർമാർ ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ അവിടെ ഉണ്ടാകും. നമ്മൾ ആ ഡോക്ടറെ കാണാനാണ് ചെല്ലുന്നത്. അപ്പോൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, നമ്മളൊരു കാശ് അടച്ചിട്ടാണ് നമ്മൾ OP ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു എമൗണ്ട് കൊടുക്കും, ഒരു 500 രൂപ 1000 രൂപ ചിലപ്പോൾ കൊടുക്കും, പല റേറ്റുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന കാശിൽ ഒരു വിഹിതം ആർക്കുള്ളതാണ്? ഡോക്ടർക്കുള്ളതാണ്. ബാക്കി വിഹിതം ആർക്കുള്ളതാണ്? ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡോക്ടർ ചെയ്യുന്ന സേവനത്തിൻ്റെ മേളിൽ GST ഉണ്ടോ? ഇല്ല. അവിടെ ഷെയർ ചെയ്താണ് പോകുന്നതെങ്കിലും ഡോക്ടർ ചെയ്ത സേവനത്തിൻ്റെ, ഡോക്ടർക്ക് കിട്ടുന്ന ഫീസിൻ്റെ മേളിൽ എന്തുണ്ടാവില്ല? GST ഉണ്ടാവില്ല. സോ ഹോസ്പിറ്റൽസ് ഹയർ സീനിയർ ഡോക്ടേഴ്സ് ഓർ കൺസൾട്ടൻസ് ഓർ ടെക്നീഷ്യൻസ് ഇൻഡിപെൻഡൻ്റ്ലി. Such persons do not have any contract with the patient. Hospital pay them consultancy charges and there is no employer-employee relationship between them. It is clarified by CBIC that services provided by such senior doctors or consultants, technicians
whether employee or not are healthcare services which are exempt from GST. പിന്നെ ഇപ്പോൾ എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമേ അതിന് GST വരില്ല, കാരണം നെഗറ്റീവ് ലിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് മാറും. ഇനി അത് എംപ്ലോയി അല്ല അവിടെ ശരിക്കും, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനത്തിന് എന്തില്ല, GST ഇല്ല എന്നുള്ളതാണ്. ഇനി എമൗണ്ട് ചാർജ്ഡ് ബൈ ഹോസ്പിറ്റൽ ഫ്രം പേഷ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാശിൻ്റെ ഒരു പങ്ക് ഡോക്ടർക്ക് കൊടുക്കും, ബാക്കി ഇവർ കീപ്പ് ചെയ്യും. അപ്പോൾ ഇവർ ചികിത്സിച്ചത് ഡോക്ടറല്ലേ, ഹോസ്പിറ്റൽ അതിന് ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ ആ ഫെസിലിറ്റി ഒരുക്കി കൊടുത്തതിന് അവരുടെ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. ആ കീപ്പ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മേളിൽ, അതായത് ഹോസ്പിറ്റലിന് കിട്ടുന്ന ആ പോർഷൻ്റെ മേളിൽ GST വരുമോ? അപ്പോൾ അതിനും CBIC വ്യക്തമായിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഹോസ്പിറ്റൽ കീപ്പ് ചെയ്യുന്ന അവരുടെ ഷെയറിൻ്റെ മേളിലും എന്ത് വേണ്ട, GST വേണ്ട. അതായത് ആ പേഷ്യൻ്റ് പേ ചെയ്യുന്ന എൻറ്റയർ എമൗണ്ടിൻ്റെ മേളിലും എന്തുണ്ടാവുകയില്ല, GST ഉണ്ടാവുകയില്ല. യെസ്. അപ്പോൾ അതായത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർക്ക് രോഗിയെ പരിശോധിക്കുവാനുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റൽ ഒരുക്കി കൊടുക്കുകയാണ്. പ്രോപ്പറായിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും ആരൊരുക്കി കൊടുക്കുകയാണ്. ചികിത്സിക്കുന്നത് പേഴ്സണലി ഡോക്ടറാണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു എൻവയോൺമെൻറ്റും ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കി കൊടുത്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുവഴി ഹോസ്പിറ്റൽ ചെയ്യുന്നതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ സർവീസാണ്. അതുകൊണ്ട് ഹോസ്പിറ്റൽ ചെയ്യുന്ന സേവനത്തിൻ്റെ മേളിൽ എന്തുണ്ടാവില്ല, GST ഉണ്ടാവില്ല. ഇനി ഫുഡ് സപ്ലൈഡ് ടു പേഷ്യൻറ്റ്. ഇപ്പോൾ പേഷ്യൻസിന് നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്താൽ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അത് മരുന്നിന് തുല്യമാണ്. അപ്പോൾ പേഷ്യൻറ്റിന് നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മരുന്ന് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. അതിൻ്റെ മേളിൽ എന്തുണ്ടാവുകയില്ല, GST വരില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മളിപ്പോൾ മരുന്ന് അല്ലാതെ ഇപ്പോൾ അവരുടെ ക്യാൻറ്റീനൊക്കെ ഉണ്ടാവും, ഹോസ്പിറ്റലാകുമ്പോൾ ക്യാൻറ്റീനൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ മേടിക്കുന്ന ഫുഡിൻ്റെ മേളിൽ എന്തുണ്ടാകും, GST ഉണ്ടാകും എന്നുള്ളതാണ്. So healthcare service provided by clinical establishment will include food supplied to the patient, but such food may be prepared by the canteen run by the hospital or may be outsourced by the hospital from a outdoor caterer. When outsourced, there is no ambiguity that the supplier shall charge tax as applicable and a hospital will get no ITC. If hospital have their own canteen and prepare their own food, then no ITC will be available on input including capital goods, and in turn if they supply food to the doctors and their staff, such supplies even when not charged may be subjected to GST. അപ്പോൾ രോഗികൾക്ക് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്. അതല്ലാതെ മറ്റുള്ളവർക്കാണ്, ഇപ്പോൾ ക്യാൻറ്റീൻ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പലർക്കും ഫുഡ് കൊടുക്കുന്നുണ്ടാകും, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ മേളിൽ എന്തുണ്ടാകും, GST ഉണ്ടാകും എന്നുള്ളതാണ്. ഫുഡ് സപ്ലൈഡ് ടു ഇൻ പേഷ്യൻറ്റ് ആസ് അഡ്വൈസ്ഡ് ബൈ ഡോക്ടർ ഓർ ന്യൂട്രീഷനിസ്റ്റ് ഈസ് പാർട്ട് ഓഫ് എ കോമ്പോസിറ്റ് സപ്ലൈ ഓഫ് healthcare service and not separately taxable. Other supplies of food by hospital to patients not admitted or their attendants or visitors are taxable. Yes. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കാണാൻ പറ്റും. ഈ മരുന്ന് കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും. മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം ദ ഹോസ്പിറ്റൽ ഈസ് പ്രൊവൈഡിങ് അഡ്വർടൈസ്മെൻറ്റ് സർവീസസ് ടു ദോസ് കമ്പനീസ് എന്നുള്ളതാണ്. അപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സർവീസിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ വലിയ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ തന്നെ കഫേയൊക്കെ ഉണ്ടാകും. ആ കഫേക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഈ ഹോസ്പിറ്റൽ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ മേളിൽ GST ഉണ്ടാവും. അപ്പോൾ റെൻറ്റിങ് ഓഫ് ഷോപ്പ്, ഓഡിറ്റോറിയം ഇൻ ദ പ്രിമൈസ് ഓഫ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതുപോലെ ഡിസ്പ്ലേ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി സബ്ജക്റ്റ് ടു GST. ഇതിനെല്ലാത്തിനും തന്നെ എന്തുണ്ടായിരിക്കും, GST ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ സർവീസ് ഫോർ യു. ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് കൂടിയുണ്ട്, ദാറ്റ് വി നീഡ് ടു ഡിസ്കസ്. Next, services by a veterinary clinic in relation to health care of animals or birds. വെറ്റിനറി ക്ലിനിക്ക് നമ്മൾ അറിയാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ, ബേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലം. മൃഗാശുപത്രികൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്, ചെറിയൊരു പോയിന്റ്, അടുത്തൊരു പോയിന്റ്, സർവീസസ് പ്രൊവൈഡഡ് ബൈ rehabilitation professionals recognized under Rehabilitation Council of India Act 1992 by way of rehabilitation, therapy or counseling and such other activity covered by said act at a
മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് or union territory or an entity registered under section 12AA or 12AB of the act. So ഈ റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലതരത്തിൽ ഈ മാനസിക വൈകല്യങ്ങൾ, ഇപ്പോൾ ഓട്ടിസം, സെറിബ്രൽ പൾസി, മറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പിടിപെട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിലും അതിനുവേണ്ടി റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ഉണ്ട്. റീഹാബിലിറ്റേഷൻ ചെയ്യുന്നവർ, തെറാപ്പി, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ ടാക്സബിൾ ആണോ, എക്സംപ്റ്റഡ് ആണോ? ശരിക്കും ഇവരെ നമുക്കൊരു മെഡിക്കൽ ഇതായിട്ട് കണക്കാക്കാനായിട്ട് നമുക്ക് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് ഇവരെ കണക്കാക്കില്ല. എങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഇനി താഴെ പറയുന്ന സ്ഥാപനങ്ങളിൽ വന്നാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. എവിടെയാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ, ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി, സർക്കാരിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിൽ, അതുപോലെ തന്നെ ആൻ എൻറ്റിറ്റി രജിസ്റ്റേർഡ് അണ്ടർ, നമ്മൾ ആദ്യത്തെ പോയിന്റ് പഠിച്ച 12A, അതായത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലാണ് ഇവർ വന്നിട്ട് ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത്തരം സേവനങ്ങളെല്ലാം തന്നെ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ പോയിന്റ്. സോ വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് വാട്ട് ദിസ് ഹെൽത്ത് കെയർ സർവീസസ്. ഉറപ്പായിട്ടും നമുക്ക് പലതവണ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഹെൽത്ത് കെയർ സർവീസ്. നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം.